ഇതൊക്കെ 195 ആ റേഞ്ചിൽ വരുന്നതാണ്. 149 രൂപയ്ക്ക് അതിന് ആ റേറ്റേ ഉള്ളൂ. 499 കിടക്കുന്നതിനൊക്കെ 199 ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. 439 റേഞ്ചൊക്കെ വരത്തുള്ളൂ. 50 രൂപയാണ് ഈ ഒരു ട്രൗസറിന്റെ റേറ്റ് വരുന്നത്. രണ്ടും കൂടി കൂട്ടിയിട്ട് 700 ഉള്ളി. കിറ്റ് റെഡിയാക്കി വെക്കണത് നല്ലതായിരിക്കും ആ ഒരു പ്രഗ്നന്റ് സ്റ്റേജിൽ. പിള്ളേരുടെ പാൻറ്റുകളൊക്കെ വരുമ്പോൾ 55 രൂപ ആ റേഞ്ചിലൊക്കെ ഉണ്ട്. 180 രൂപ. 180 രൂപ. അടിപൊളി ഒരു ഗിഫ്റ്റ് ആയില്ലേ? ഗിഫ്റ്റിംഗ് പർപ്പസിന് നന്നായിട്ട് പോകുന്ന 495 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അത് ഈ ബഡ്ജറ്റ് ഫാഷൻ സ്റ്റോർ ശരിക്കും ബഡ്ജറ്റ് ആണോ? ബഡ്ജറ്റ് തന്നെയാണ്. 680 കേട്ടോ ഇതിന്. കിഡ്സിന്റെ ടീഷർട്ടൊക്കെ വരുമ്പോൾ ഒരു 99 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പള്ളിക്കൊക്കെ സാധാരണ രീതിയിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല നീളമുണ്ട്. സ്ലീപ് സ്യൂട്ടിൽ ഹുഡ് ഉള്ളതും ഹുഡ് ഇല്ലാത്തതുമായിട്ടുള്ള സ്ലീപ് സ്യൂട്ട് ഉണ്ട്. കുട്ടികളുടെ ഉടുപ്പുകളും അങ്ങനെ വെറൈറ്റീസ് ആക്സസറീസും എല്ലാം ഉണ്ട്. നമുക്ക് പുറത്ത് നല്ല റേറ്റ് വരും. നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 245 299. ഓണത്തിന്റെ പറ്റിയിട്ടുള്ള വെറൈറ്റി. പിന്നെ സർപ്ലസിൽ ചെയ്തേക്കുന്ന കുറെ ഉടുപ്പുകളാണ് ഇതൊക്കെ വരുന്നത്. ഡെനീമിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. ടോയ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻ ആണ്. അത് കങ്കാരു ബാഗ്. ഇവിടുത്തെ മുതലാളിയാണ്, കൊച്ചു മുതലാളിയാണ്. കുട്ടികളുടെ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഇത് പെടുത്താണ്ടിരിക്കാൻ പറ്റില്ല. സർപ്ലസ് ഐറ്റംസ് കേട്ടോ. 99 തൊട്ട് ഒരു 199 വരെയൊക്കെയാണ് മാക്സിമം. നമ്മുടെ കുഞ്ഞു സ്കേർട്ടാണ്. കുഞ്ഞു സ്കേർട്ട്. എന്ത് രസല്ലേ. ഇത് അമ്മമാരുടെ നൈറ്റിയാണ്. സാധാരണ പറയുമ്പോ കുറച്ച് ഉണ്ടാവാറുള്ളൂ. ഇത് ഇത്രയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് അല്ലേ? ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീറ്റെയിൽ ഷോപ്പിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ അതോ ജനിച്ച കുട്ടികൾക്ക് തൊട്ട് 8 വയസ്സ് വരെയുള്ള എല്ലാം തരം ഡ്രസ്സുകൾ മാത്രമാണോ? അല്ല, ആക്സസറീസും അതിനോടൊപ്പം കിട്ടും. അതിൽ ടോയ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാതും. പിന്നെ സർപ്ലസ് ഐറ്റംസ് കുട്ടികൾക്ക് അതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പെരുമ്പാവൂർ. ഇവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മൂലൻസ് ഫാമിലി മാർട്ടാണ് ആ കാണുന്നത്. ആ അറ്റത്ത് കാണാം. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഓപ്പോസിറ്റ് ഉള്ള വഴിയാണ്. അവിടെ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വന്നിരിക്കുന്നത് ഇസാറ ദി ബഡ്ജറ്റ് ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. അപ്പം കുട്ടികളുടെ മാത്രമല്ല എല്ലാ തരം ഐറ്റംസ് കിട്ടും. കുട്ടികൾക്കുള്ള ഡ്രസ്സ്, ഫാഷൻ ഐറ്റംസ്, ടോയ്സ്, അങ്ങനെ അവർക്കുള്ള കുട്ടികളെ കുളിപ്പിക്കാനുള്ള ഐറ്റംസ്, അങ്ങനെ അതൊക്കെ നമുക്ക് അകത്ത് കയറി നോക്കാം. എന്തായാലും കുറേ വെറൈറ്റീസ് കാണിക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ റീറ്റെയിലാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, മൂലൻസ് ഫാമിലി മാർട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ പെരുമ്പാവൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കയറി നോക്കാം എന്താണ് ഇവിടുത്തെ വെറൈറ്റി. റീറ്റെയിലാണ് കേട്ടോ. കയറി വരുമ്പോൾ ചെറിയൊരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ചെറിയൊരു ഷോപ്പ് ഒന്നല്ല, അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെയുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം. ഇസാറ ദി ബഡ്ജറ്റ് ഫാഷൻ സ്റ്റോർ ശരിക്കും ബഡ്ജറ്റ് ആണോ? ബഡ്ജറ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഓണർ. എന്താ പേര്? റിൻഡു. അപ്പൊ ഇസാറ നമ്മള് ഇസാക്കി സ്ക്വയർ ബിൽഡിങ്ങിന്റെ പേരായതുകൊണ്ട് അതുമായിട്ട് ഞാൻ ബിൽഡിങ്ങിന്റെ പേര് ഇതും വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് തന്നെ പോന്നോട്ടെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ചെറുതാണ്. പക്ഷെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് അത്യാവശ്യം നല്ല ഒരു ഏരിയ. കണ്ടോ, ഇഷ്ടം പോലെ കളക്ഷൻസ് എല്ലാ തരം ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ. അപ്പൊ നമ്മുടെ ഓണർ ഇങ്ങോട്ട് പോവാ, പിന്നാലെ ആളവിടെ തന്നെ സ്റ്റക്കായി പോയി വാ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വെൽക്കം ചെയ്യണം. വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഈ ഒരു ഇസാറ എന്ന് പറയുന്ന സംഭവം? എന്താ ബഡ്ജറ്റ് സ്റ്റോർ ആണെന്നുള്ളത് അവിടെ എഴുതി വെച്ചു. ശരിക്കും ഉണ്ടാ ബഡ്ജറ്റ് സ്റ്റോർ തന്നെയാണ്. ഓക്കെ. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര? സ്റ്റാർട്ടിംഗ് റേറ്റ് കിഡ്സിന്റെ ടീഷർട്ടൊക്കെ വരുമ്പോൾ ഒരു 99 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിള്ളേരുടെ പാൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരു 55 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. പിന്നെ പിള്ളേരുടെ ഷോർട്സ് ഒക്കെ വരുമ്പോൾ സർപ്ലസിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. അതൊക്കെ ഒരു 55 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, നമ്മൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ റേറ്റ് കുറവിൽ കൊടുക്കാന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമുക്കും കുട്ടികളുണ്ട്, അതേപോലെ കംഫർട്ടബിൾ ആയിരിക്കണം. ക്ലോത്ത് പിള്ളേർക്ക് ഇടുമ്പോഴത്തേക്കിന് കംഫർട്ടബിൾ ആയിരിക്കണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, പക്ഷെ റേറ്റ് കുറവിന്റെ കൂട്ടത്തിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ശരിക്കും ഇസാറ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഡെയിലി വെയർ ആയിട്ടുള്ള ഉടുപ്പുകളുണ്ട്. പിന്നെ പാർട്ടി വെയർ ഉടുപ്പുകൾ. പിന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽ ഡെലിവറി കിറ്റിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഒരു പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തേച്ച് അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് ലൂസ് പീസുകൾ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ ഇനി അധികം വാചകം അടിക്കാണ്ട് നമുക്ക് ആദ്യം കളക്ഷൻസിലേക്ക് കിടക്കാം. അപ്പൊ എന്തായാലും മെറ്റർണിറ്റി പറഞ്ഞു, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പക്ഷെ ഈ കാണുന്ന സ്റ്റോർ എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ് കുട്ടികൾ
പാന്റ് ഇരിക്കണ്ടല്ലോ. ലേഡീസിൻ്റെതും ഉണ്ട്, അമ്മമാരുടെ സാധനങ്ങളും ഉണ്ട് നമ്മളുടെ അടുത്ത്. അമ്മമാരുടെ കൂടുതലും അതായത് ഡെയിലി വെയർ കുർത്തീസ്, നൈറ്റീസ്, പിന്നെ ബോട്ടംസ്, കുട്ടികൾക്ക് എടുക്കാൻ വരുമ്പോ അമ്മമാർക്കുള്ള സാധനം എടുക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ടുള്ള ഒരു സ്പേസ്. മെയിൻ ആയിട്ട് കുട്ടികളാണ്, മെയിൻ ആയിട്ട് കുട്ടികൾ. പിന്നെ ലേഡീസിന്റെ ഡെയിലി വെയർ, മെറ്റർണിറ്റി ഫീഡിങ് കുർത്തീസ്, അങ്ങനത്തെ നമ്മൾ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മെറ്റർണിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു മെറ്റർണിറ്റി കിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് അത് എവിടെയായിരിക്കണേ? ഇവിടെ ഞാൻ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും തുടങ്ങാം. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഈ ബാസ്ക്കറ്റ് അടക്കം നമുക്ക് കിട്ടുമോ? ബാസ്ക്കറ്റ് അടക്കമാണ് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം കൂടെ എല്ലാം സെപ്പറേറ്റ് റേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആയിട്ട്, അല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ പോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ് ഡെഡിക്കേറ്റഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര ഐറ്റംസ് ഉണ്ടാവും ഇതില്? എത്ര ഐറ്റംസ് വെച്ചാൽ അതായത് നമ്മളുടെ ഓരോ നീഡ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഐറ്റംസ് എന്തോരം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. പക്ഷെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് അതിന്റെ എണ്ണം നമ്മളതിൽ ഡിഫറൻസ് വരും ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച്. 5 കെട്ടെടുപ്പ് കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, 9 എണ്ണം കൊണ്ടുപോകുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് കാണിച്ചു തരാം അങ്ങനെ ഓരോന്നായിട്ട്. ഇതിലിപ്പോൾ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കെട്ടുടുപ്പിന്റെ ഇതാണ്. ഇതിപ്പോ ഒരു മോഡല് ബട്ടന്റെ ടൈപ്പിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ബട്ടൺ കെട്ടുടുപ്പാണ്. ഇതിന്റെ ഒരു 3 എണ്ണമാണ് നമ്മളിപ്പോ ഇതിന്റെ അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ ഈ വള്ളി പോലെ വരുന്നതുണ്ട്, കെട്ടാവുന്നത്. വള്ളിക്കൊക്കെ സാധാരണ രീതിയിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല നീളമുണ്ട്, കെട്ടാനായിട്ട് എളുപ്പമായിരിക്കും പിള്ളേരെ ഇടിച്ച് വെച്ച്. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഇതൊരു 3 എണ്ണം, ഇതൊരു 3 എണ്ണം ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നതിന്റെ അകത്ത്. പിന്നെ ഒരു പ്ലെയിൻ കളറിൽ നമ്മൾ ഒരു 3 എണ്ണം ഇതിന്റെ കൂട്ടത്തിൽ വെക്കും. പ്യുവർ വൈറ്റിൽ, ആദ്യം പ്ലെയിൻ ആണല്ലോ വേണ്ടത്, അതുകൊണ്ട് നമ്മൾ പ്യുവർ വൈറ്റിലും ഒരു 3 എണ്ണം. നമ്മളുടെ ഒരു ഇതിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന. പിന്നെ ഒരു റോംബർ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ 149 രൂപ മാത്രമേ ഉള്ളൂ റോംബറിന്റെ റേറ്റ്. അപ്പൊ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് മെറ്റർണിറ്റി വെയറിൽ അതിൽ കിറ്റ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ 149 രൂപയ്ക്ക് അതിന് ആ റേറ്റേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്നതാണ്. ഇതിപ്പോൾ ബോയ് ബേബി ആണെങ്കിലും ഗേൾ ബേബി ആണെങ്കിലും നമുക്ക് ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് സ്ലീപ്പ് സ്യൂട്ട് എന്നും പറഞ്ഞിട്ടുള്ളത്. ഫുൾ സിബ് വരുന്നതാണ്. ഇടിച്ചതിന് ശേഷം പിള്ളേർക്ക് നമ്മൾ ഇതിനെ കൈയോടെ കൂടി ഇതിനെ കവർ ചെയ്ത് വെക്കാം. മിറ്റൺസ് സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇത് ഹുഡ് ഇല്ലാത്തതാണ്. ഹുഡ് ഉള്ളതും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഓക്കെ, രണ്ടും സെയിം അളവ്, ന്യൂ ബോൺ സൈസാണ്. ഇത് നമുക്കൊരു 1 വയസ്സ് വരെയുള്ള സൈസിൽ പല പല മോഡലും പല പല കളറുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ നീഡിനനുസരിച്ച് ഇതെല്ലാം അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതിപ്പോൾ 0 to 3 ആണ്. ന്യൂ ബോൺ സൈസ് മുതൽ എല്ലാ സൈസിലും നമുക്കുണ്ട്. ഇങ്ങനെ ഏത് കളർ വേണമെന്ന് വെച്ചാൽ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്തെടുക്കാം. കളർ ഇപ്പോൾ ബോയ് ആണോ ഗേൾ ആണോ? ഇപ്പോൾ ഗേൾ എന്ന് പറയുമ്പോൾ നോർമൽ പറയുമ്പോൾ നമ്മൾ പിങ്ക് എന്ന് പറയാം, ബോയ് എന്ന് പറയുമ്പോൾ ബ്ലൂ എന്ന് പറയാം. അപ്പം അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കളർ ആ ഒരു ഫുൾ കിറ്റിന്റെ കളർ അങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കും. പിന്നെ അത് വേണ്ട, അവർക്ക് ന്യൂട്രൽ ആയിട്ട് ഏതെങ്കിലും ഏതാണെന്ന് അറിയത്തില്ല, അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഏത് കളർ വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് തിരിച്ച് അവിടെ തന്നെ വെച്ച്. അപ്പൊ ഈ കിറ്റിൽ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത കിറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഒരു 3-4 ടൈപ്പ് ആയിട്ടുള്ള 9 ജബലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ലീപ്പ് സ്യൂട്ടിൽ ഹൂഡ് ഉള്ളതും ഹൂഡ് ഇല്ലാത്തതുമായിട്ടുള്ള സ്ലീപ്പ് സ്യൂട്ട് ഉണ്ട്. പിന്നെ നമ്മൾ വെച്ചേക്കുന്നത് ഒരു ടവലാണ്, കൊച്ചിനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടവൽ. ഓക്കെ, ഇതിന്റെ 2 എണ്ണം വെക്കണം. ഇതൊക്കെ എന്തൊരു സോഫ്റ്റ് ആണ്. ഭയങ്കര സോഫ്റ്റ്. ഇത് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, നല്ല വലുപ്പമുള്ളതാണിത്. ഓക്കെ, അത്യാവശ്യം വലിപ്പമുണ്ട്. ആ വലിപ്പം കൂടി കാണിക്കാം. ഇത്രയ്ക്ക് വലിപ്പം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത് കളർ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചൂസാണ്, നിങ്ങളുടെ ഡിപ്പെൻഡ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും. പിന്നെ കുട്ടി പോവാണ്ടിരിക്കാനായിട്ട് അതിൽ ബെൽറ്റും കൂടി കെട്ടി വെക്കാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചേക്കുന്നത് 2 ബാത്ത് ടവൽ വെച്ചിട്ടുണ്ട് കൊച്ചിനെ കുളിപ്പിക്കാനായിട്ടുള്ള. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇതിലൊക്കെ പ്രിന്റഡ് ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ കളറുകൾ വേറെ കളറുകളുണ്ട്. ഇപ്പം ഞാനിപ്പം ബേസിക് ആയിട്ട് വൈറ്റ് കളർ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏത് കളർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും. ഇത് സെപ്പറേറ്റ് ഇനിയിപ്പോൾ ഈ കിറ്റ് തന്നെ വേണമെന്ന് അങ്ങനെ ഇല്ല. ഇനി ഇത് മാത്രമായിട്ട് മതിയെന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് അങ്ങനെയും കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ ഷീറ്റാണ്. ഓക്കെ, കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞ് എടുത്ത ബെഡിനെ കിടത്താനായിട്ടുള്ളത്. ഇതാണത്. ഇതിന്റെ പിങ്ക് കളർ. ഇത് പിങ്കും ബ്ലൂ അല്ലാതെ ഏത് കളർ ഏത് പിള്ളേർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. ഇതിന്റെയൊക്കെ പല പല കളറുണ്ട്. പീച്ച്,
ബ്ലൂ, വയലറ്റ് അങ്ങനെ കളറുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ബെഡിൽ വിരിക്കാം. ഇതിന്റെയും സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മളൊരു മീഡിയം സൈസ് ആണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് ഡബിൾ സൈസ് വരുന്നുണ്ട്, ലാർജ് സൈസ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു സൈസ് കൂടെ ഉണ്ട്. ഇതിന്റെയും ചെറുതൊരെണ്ണം കൂടെ ഉണ്ട്, സ്മോൾ സൈസ് ഉണ്ട്. ഞാൻ ഇതിന് നടുക്കുള്ള ഒരു സൈസാണ് നമ്മൾ കിറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ വെച്ചേക്കുന്നത്. അത് ഡിപ്പെൻസ് അനുസരിച്ചിട്ട് റേറ്റിൽ ഡിഫറൻസ് വരും. വലുതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ വരും. പിന്നെയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബർ ഷീറ്റ് ആണ്. റബ്ബർ ഷീറ്റ് കൊച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് കെടുത്താനും അതിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ടുള്ള റബ്ബർ ഷീറ്റ് ആണ്. അതും ഇതുപോലെ ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. നമ്മുടെ കളർ അനുസരിച്ച് ചൂസ് ചെയ്ത് അതും ഒരു 2-3 കളറൊക്കെ വരും. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് വൈപ്സ് ആണ്. കൊച്ചുങ്ങളെ കുടിച്ചു കഴിഞ്ഞ് കക്കലൊക്കെ വരുവാണെങ്കിൽ ഇതും നമുക്ക് ലൂസ് പീസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 എണ്ണമാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. ചെറുതാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ സ്ലീപ്പ് സ്യൂട്ടിന്റെ ഒക്കെ ഫാബ്രിക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത്. അത് കണ്ടു. ഇതില് ഡോട്ട്സ്, പ്രിന്റ്സ്, പ്ലെയിൻ, അത് ഏത് മോഡൽ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഡബിൾ ലെയർ വരുന്ന ഒരു ടവലാണ്. കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട്. ഡബിൾ ലെയർ ആണ്. കുറച്ചുകൂടെ കട്ടി കൂടുതൽ. അത് അപ്പൊ കട്ടി കൂടൂല്ലേ? ഇങ്ങനെ ഡബിൾ ലെയർ 2 ലെയർ ആയിട്ട് വരുന്ന ഒരു ടവലാണ് കേട്ടോ കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു സൈഡ് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, ഒരു സൈഡ് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടും 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടും 2 രീതിയിൽ. ഇനി ഈ ഒരു ഐറ്റം കൂടി ഉണ്ട്. കളറുള്ള ടവല് വെച്ചതാണ് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചതാണ്. കളറുള്ള ടവല്. ഇങ്ങനെ കളറുള്ള ടവലാണ്. അപ്പം ഇതുപോലെ നമുക്ക് ലൈറ്റ് കളേഴ്സിൽ പല പല മോഡൽസും നമുക്ക് ഉണ്ട്. ഇതിന്റെ പ്രിന്റഡ് വേണമെങ്കിൽ കാണിക്കണോ? ഉണ്ട് ആ പ്രിന്റഡ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ള അറിയിക്കാൻ വേണ്ടിട്ട്. അപ്പൊ വൈറ്റിൽ വേണോ കളറിൽ വേണോ അതൊക്കെ നമ്മുടെ ചൂസ്. പിന്നത്തെ സംഭവം എന്ന് പറയാനായിട്ട് ഇത് ഹിമാലയ ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പം ഇത് ഇതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് ചെറിയ ചെറിയ പാക്കുകളാണ് ഉള്ളത്. ക്വാണ്ടിറ്റി കുറവായിരിക്കും ഇതിൻ്റെ അകത്ത്. കാര്യം നമ്മൾ ഇനീഷ്യലി അത് മതി. കാര്യം കൊച്ച് അലർജറ്റിക് ആണോ അല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ വലിയ വലിയ ബ്രാൻഡിലേക്ക് പോയാൽ മതി എന്നാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. അപ്പൊ തൽക്കാലം ഒരു ഗിഫ്റ്റ് പർപ്പസ് അങ്ങനെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മുടെ കുട്ടിക്കായാലും നമുക്ക് കുട്ടിക്ക് സ്കിന്ന് ഏതാ മാച്ച് ആവണേ അതിനനുസരിച്ച്. അപ്പൊ ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ള ഒരു കിറ്റ്. അപ്പൊ ഇതിലെല്ലാം ഉണ്ട്. അതിൽ സോപ്പ് ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, ലോഷൻ ഉണ്ട്, അങ്ങനെ എല്ലാം എണ്ണ അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ആയിട്ടുള്ള ഒരു കിറ്റ്. ഇതും ഇതിന്റെ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണ്. സെപ്പറേറ്റ് വെച്ചേക്കുന്നതാണ്. ചില കസ്റ്റമേഴ്സ് സെപ്പറേറ്റ് വേണമെങ്കിലും നമുക്കുണ്ട് കേട്ടോ. സോപ്പ് തന്നെ, പൗഡർ തന്നെ, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ ഒരു കിറ്റ്. ഇതിന്റെ കൂടെ ഒരു എന്തൊക്കെ ഐറ്റംസ് ഇരിക്കണം അതിന്റെ ആണോ ഈ ലിസ്റ്റ്? അതിന്റെ ലിസ്റ്റ് ആണത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വൈപ്സും അല്ലാത്ത ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്റ്റ് ജസ്റ്റ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് റെഡി ആക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് റേറ്റ് കാര്യങ്ങൾ, ഈ റേറ്റ് ഒക്കെ എപ്പോഴും മാറി മറിയാം. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷന്റെ റേറ്റ് ആണ് ഇത് പറയണത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് ആ റേറ്റ് അനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് വരണോ ഈ സംഭവങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ത്രൂ ആയിട്ട് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുമോ, എങ്ങനെയാ? വീഡിയോ കോൾ വിളിച്ച് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്തിട്ട് അത് എവിടെ വേണമെങ്കിലും ആയാലും കുഴപ്പമില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് കേരളത്തില് പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കുറച്ചുകൂടി അടുത്തുള്ള പറയുകയാണെങ്കിൽ എന്തൊക്കെയാ വരുന്നത്? KSRTC വേ ഔട്ട് റോഡിലാണ്. പറയുകയാണെങ്കിൽ KSRTC ബസ് ഇറങ്ങി വരുന്ന വഴിയിൽ പറഞ്ഞാൽ ബദേൽ സുലോക്ക് പള്ളിയുടെ ബാക്ക് വശത്തായിട്ട് വരും. സെമിത്തേരിയുടെ ബാക്ക് വശം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ അറിയാനായിട്ട് എളുപ്പം. പിന്നെ മൂലൻസ് വന്നിട്ടുള്ളത് കൊണ്ട് മൂലൻസിന്റെ ഓപ്പോസിറ്റ് KSRTCയിലേക്ക് കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾക്ക് എളുപ്പമുണ്ട്. അത് കുറച്ച് ഫേമസ് ആണ് പെരുമ്പാവൂര് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ അവിടെ വിലക്കുറവിന് സാധനങ്ങളും മേടിക്കുക, അത് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഇവിടെ മേടിക്കുക. അപ്പൊ ഇതായി നമ്മുടെ ഒരു മെറ്റർനിറ്റി കിറ്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊന്നും അറിയാത്ത ഒരു അവസ്ഥയാണ് പ്രഗ്നൻസി സ്റ്റേജിൽ. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കിറ്റ് റെഡിയാക്കി വെക്കണത് നല്ലതായിരിക്കും. ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മൾ കാരണന്മാര് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, അങ്ങനത്തെ ഒളിച്ചോടി പോയവർക്ക് ഇത് നന്നായി ഗുണം ചെയ്യും. അപ്പൊ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പിടിച്ചാലോ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷൻ. പക്ഷെ ഇവിടെയും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം കണ്ട കുട്ടികളുടെ ഉടുപ്പുകളും അങ്ങനെ വെറൈറ്റീസ് ആക്സസറീസും എല്ലാം ഉണ്ട്. ഒക്കെ നമുക്കിരുന്ന് കാണുമ്പോ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് ഫുൾ കാണാനായിട്ട് കുറെ ടോയ്സും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് അല്ലേ? ഇതൊക്കെ പിള്ളേരുടെ നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഐറ്റംസ്, നെയിൽ കട്ടർ കിറ്റൊക്കെ. പക്ഷെ നമ്മൾ അവരോട് ചോദിച്ചതിന് ശേഷം ഇതിങ്ങനെ അല്ലാണ്ട് തന്നെ നമുക്ക് കിറ്റായിട്ട് വരുന്ന സംഭവമുണ്ട്. അത് ഇങ്ങനെയാണ് വരുന്നത്.
ഇത് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതിങ്ങനെ നെയിൽ കട്ടർ കിറ്റ്. ഓക്കെ. അപ്പം ഇതും സിസേഴ്സ് ആണ്, പിള്ളേരുടെ നഖം വെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഷാർപ്പ് എഡ്ജ് ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ സേഫ് ആണ് ഉപയോഗിക്കാനായിട്ട്. ഇത് ഷേപ്പർ. ഇതാണോ ഇത് ഷേപ്പർ. ഓക്കെ. ഇതൊക്കെ എന്ന് വെച്ചാൽ പിള്ളേർക്ക് മൂക്കിൽ നിന്നൊക്കെ വരുമ്പോൾ എടുത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ നമുക്ക് സാധാരണ വലിയ ഇതാകുമ്പോ നെയിൽ കട്ടർ അല്ലേ? നെയിൽ കട്ടർ. ഇതൊന്നും മിസ്പ്ലേസ് ആയി പോകത്തില്ല, ഇതുണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ വെച്ച് നമുക്ക് അടച്ചു വെക്കാം. സേഫ് ആണ് അല്ലേ? അപ്പൊ അതായത് കുഞ്ഞൊരു നെയിൽ കട്ടർ കുട്ടികൾക്കുള്ള രീതിയിലുള്ള അല്ല, അപ്പൊ ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിന് നല്ല അടിപൊളിയായിട്ടായിരിക്കും അല്ലേ? വലിയ റേറ്റും വരുന്നില്ല. ഇതൊക്കെ പല പല കളറുകളിൽ കിട്ടും. ഇതിന്റെ ഉള്ളിലെ കളർ മാത്രം റേറ്റ് പറയാൻ പറ്റുമോ? 180 രൂപ. 180 രൂപ. അടിപൊളി ഒരു ഗിഫ്റ്റ് ആയില്ലേ? 180 രൂപ. അതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി അത് കൂടാതെ നമുക്ക് ചെറിയ പിള്ളേർക്കുള്ള പിന്നെ ഉള്ളത് വൈബ്സ്. നമ്മൾ ആ ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ, അതായത് കിറ്റിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് വൈബ്സ്. അത് പല പല ബ്രാൻഡിൻ്റെത് വരും. നമുക്ക് മീമിയുടെയും ഹിമാലയയുടെയും എക്സ്ട്രാ കെയർ, ഹണി ബണ്ണി, അങ്ങനെ ഓരോരോ ബ്രാൻഡുകൾ സെപ്പറേറ്റ് വരുന്നതാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമുക്ക് ആ ഒരു മെറ്റർണിറ്റി കിറ്റിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളൂ, പക്ഷെ ഇതൊക്കെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാം. ഒക്കെ ഈ ചില്ലറ റേറ്റുകൾ പറയുന്നത് 200-200-നുള്ളിലായിരിക്കും മാക്സിമം വരുന്നത്. അതിന്റെ ഉള്ളിൽ റേറ്റ് നോക്കിയപ്പോ ഒക്കെ 55-100. സ്ലീപ്പ് സ്യൂട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് നല്ല റേറ്റ് വരും. നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 245-299. ഹൂഡിന് 299, അല്ലാത്ത 245 റേറ്റേ വരുന്നുള്ളൂ. അപ്പൊ ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ കളക്ഷൻസ് വെച്ച് തുടങ്ങാം. ഓക്കെ, വരും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ നമുക്ക് സൈസസ് വെച്ചിട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. നമുക്ക് ആദ്യം ചെറിയ കുട്ടികളുടെ ഒരു ഇവിടെ വെച്ച് തുടങ്ങാം. പറഞ്ഞോളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ബാപ്റ്റിസം കഴിയുമ്പോൾ ഇടിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിലോ 1000 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. അവരുടെ റേറ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റാച്ചബിൾ ആയിരിക്കും. സസ്പെൻഡർ മോഡൽ ഡിറ്റാച്ചബിൾ ആണ്. ബോയും ഒക്കെ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. ഷർട്ടൊക്കെ നമുക്ക് വേറെ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊക്കെ സൈസസ് ഒക്കെ എങ്ങനെയാണ്? ഒരു 3 മാസം തൊട്ട് ഒരു 2 വയസ്സ് വരെയുള്ള സൈസിൽ ഇതൊക്കെ അവൈലബിൾ വരുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ് ഇത്. ഡിഫറെന്റ് മോഡൽസ്, കളേഴ്സ്, ഇതൊക്കെ അതിന്റെ തന്നെ പല പല മോഡലുകളാണ്. പിന്നെ അതിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നതാണ്. ഇതൊക്കെ മുഴുവനും കോട്ടണിൽ വരുന്നതാണ്. ബനിയൻ ടൈപ്പ് ഫാബ്രിക് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതൊക്കെ റേറ്റും കുറവാണ്. 680 ഒക്കെ വരത്തുള്ളൂ. ഇങ്ങനെയുള്ള ഇതിനൊക്കെ 680 കേട്ടോ. ഇതിന് 680 സസ്പെൻഡർ മോഡല് ഫുൾ ആയിട്ട് ബനിയൻ സ്റ്റഫിൽ വരുന്നത്. പിന്നെ ഈ സസ്പെൻഡർ മോഡല് ഒരു ക്യാപ്പും കൂടി ഉണ്ട് കേട്ടോ, അത് കാണിക്കാൻ പറ്റുമോ? അല്ല, അത് ക്യാപ്പ് ഉണ്ട്. അത് ക്യാപ്പ് ഉണ്ട്. ഇത് മിക്ക സാധനങ്ങളിലും ക്യാപ്പ് വരാറുണ്ട്. ഇങ്ങനത്തെ ഇതിലൊക്കെ ക്യാപ്പ് വരുന്നുണ്ട്. അത് ബാക്കിൽ വെച്ചത് കൊണ്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയില്ല. അപ്പൊ ക്യാപ്പ് അടക്കമാണ് കേട്ടോ വരുന്നത്. സോറി. അപ്പോ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് റേറ്റ് കുറഞ്ഞത് ഇപ്പൊ ഒരു 439 റേഞ്ച് ഒക്കെ വരത്തുള്ളൂ. ഇങ്ങനെയുള്ള ഈ ഒരു റോംബർ ടൈപ്പ് ആയിട്ട് വരുന്നത് സെപ്പറേറ്റഡ് ആണ്, നമുക്ക് മാറ്റി ഉപയോഗിക്കാം. ബനിയൻ വേണമെങ്കിൽ ബനിയനായിട്ട് സെപ്പറേറ്റ് അങ്ങനെ ഇടിയിക്കാവുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു ഐറ്റം, ഇതിന്റെയൊക്കെ പല പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സിംഗിൾ പീസ് ആണ് പിള്ളേരുടെ അടുത്ത്. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിന് നന്നായിട്ട് പോകുന്ന 495 ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. ബട്ടൺ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അപ്പൊ ഡൈപ്പർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടുന്ന് ഊരിയിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഇത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ബോക്സിൽ നമുക്ക് വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സംഭവങ്ങളെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. അതെ, ഇതില് ഈ ഒരു വെറൈറ്റി കാണിക്കാണ്ട് പറ്റില്ല. നല്ല അടിപൊളി ഐറ്റം ആണല്ലോ പിള്ളേരുടേത്. അതെ, കുട്ടികളുടെ ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാ. ഇത് ബനിയനും ഇതൊക്കെ ആയിട്ട്. ഇത് അല്ലാതെ തന്നെ സെറ്റ്. ഇത് ബനിയൻ സെപ്പറേറ്റാ. ഇതും സെപ്പറേറ്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് മേടിക്കാൻ, അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അത് ഗേൾസിന്റെ ഇതിൽ വേറെ ഒരുപാടുണ്ട്. ഓക്കെ, അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇനി ഇതെന്ന് പറയുമ്പോൾ സ്ലീപ്പ് സൂട്ടായിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കും. പക്ഷെ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ബാക്ക് മാത്രം കണ്ടുള്ളൂ, ഫ്രണ്ട് സംഭവങ്ങളും എല്ലാം വരുന്നതാണ്. അപ്പൊ ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഇതൊക്കെ വുഡീസ് ടൈപ്പ് ആയിട്ട് വരുന്നതും. ഇത് നോക്കിയേ, നല്ല വെറൈറ്റി ഉണ്ടല്ലേ. അത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസും അഫോർഡബിൾ റേഞ്ചിലും. അപ്പൊ റേറ്റ് ഒക്കെ പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ ഡയറക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് നോക്കാം. ഇനി ഇതൊക്കെ പിള്ളേരുടെ ഷർട്ടുകളാണ്. നമ്മളൊരു 8 വയസ്സ് വരെയുള്ള പിള്ളേരെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതിന് മന്ത് ഗ്രൂപ്പ് മുതൽ 8 വയസ്സ് വരെയുള്ള പിള്ളേരുടെ ഇത് ഇങ്ങനെ വരും.
അപ്പൊ ഇത് ഷർട്ടായി, ജീൻസിന്റെ ഷർട്ടായി, അങ്ങനെ ഉണ്ട്. പിന്നെ ഇതിപ്പം ഒരു ട്രെൻഡിങ് ആയിട്ട് കാണുന്നതാണ് പ്രിന്റഡ് വരുന്നത്. പിള്ളേരുടെ പ്രിന്റഡ് ഷർട്ടും ഉണ്ട്. അതിന്റെയൊക്കെ കളർ ചേഞ്ച് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതൊക്കെ കളേഴ്സ് അല്ലേ വരുന്നത്? ഇതിന്റെ കളർ ചേഞ്ച് കളേഴ്സുകള് ചൈനീസ് കോളറിലാണ് ഇത് വരുന്നത്. ഇത് ആൺകുട്ടിക്ക് മാത്രമല്ല കേട്ടോ, പെൺകുട്ടിക്കും ഇവിടെ ആണ്. ഇതൊക്കെ ഓണമായിട്ട് നമുക്ക് കുറെ സിംഗിൾ കളേഴ്സ് വന്നിട്ടുണ്ട്. ഫുൾ ഡിസ്പ്ലേ ആയിട്ടില്ല, അകത്തിരിപ്പുണ്ട്. പല പല പാക്കിംഗ് പൊട്ടിക്കണം പല പല കളേഴ്സ് ഉണ്ട്. നമുക്ക് ഒറ്റ കളറുകൾ മുണ്ടിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കളേഴ്സ് ഉണ്ട്. കുർത്തീസ് ടൈപ്പ് ആയിട്ട് വരുന്നത്. പോപ്കോൺ മെറ്റീരിയലും ഉണ്ട്. കോട്ട് സെറ്റ് ഇപ്പൊ ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റം അത്. അതെ, ഇത് പെട്ടെന്ന് മൂവിങ് കൂടുതലാണ്. അതിന് മൂവിങ് കൂടുതലാണ്. അതിന്റെ പല പല കളറുകൾ നമുക്ക് കോട്ട് സെറ്റിൽ വരുന്ന ഐറ്റം കേട്ടോ. അപ്പൊ ഇത് കൂടാണ്ട് ഇവിടെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകളും അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഷർട്ടുകൾ, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഡയറക്റ്റ് വരാണെങ്കിൽ നമുക്ക് ഫുൾ കാണാൻ പറ്റും. ഇങ്ങനെ സെറ്റ് അല്ലേ? ഇങ്ങനെ നമ്മൾ മുണ്ടിന്റെ കൂടെ തുടങ്ങാൻ ഒറ്റ കളർ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലായി. അതെ, ഷർട്ടിനേക്കാളും ഭംഗി കൂടുതലാണ്. അതായിരിക്കും, അതും ഭംഗിയാണ്, എല്ലാം ഭംഗിയാണ് വെച്ച് നോക്കുമ്പോ. കണ്ടോ, ഇതും ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, സെറ്റായിട്ട് കൊടുക്കുന്നില്ല. മുണ്ടുള്ളവർ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആ ഒരു രീതിയിൽ നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുണ്ടുള്ളവർ കാണിക്കുന്നത് തന്നെ കൊടുക്കും. ഒരുമിച്ച് ഒരു റേറ്റ് നമ്മൾ പറയുന്നില്ല. സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ. എല്ലാം സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ ഞാൻ അവിടെ ഇവിടെ ആയിട്ടുണ്ട്, അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ എല്ലാത്തിനും നമുക്ക് സൈസസ് അവൈലബിൾ ആണ്. ബ്ലാക്ക് നല്ല അടിപൊളിയാണല്ലോ. അതും പിള്ളേരുടെ തന്നെ മെറ്റീരിയൽ, ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത്. ചൈനീസ് കോളറിൽ കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഇനി എടുത്ത് കാണിക്കാനുണ്ടോ? ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ആൺപിള്ളേരുടെ മറ്റേ ഇതാ ഉള്ളത്, അത് അപ്പുറത്ത് ഇത് ശരിക്കും ഡിസ്പ്ലേ നമ്മൾ കയറി വരുമ്പോൾ ഒരു സെക്ഷനാ വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് ഗേൾസിന്റെ സെക്ഷൻ കൂടി ഒന്ന് കവർ ചെയ്യാം. ഗേൾസിന്റെ എല്ലാരും പറയുന്നൊരു കാര്യമാണ് കോട്ടൺ ഫ്രോക്സിൽ വെറൈറ്റീസ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മള് കുറെയൊക്കെ ഇതൊക്കെ ഉണ്ട്. പിന്നെ സർപ്ലസിൽ ചെയ്തേക്കുന്ന കുറെ ഉടുപ്പുകളാണ് ഇതൊക്കെ വരുന്നത്. എക്സ്പോർട്ട് സർപ്ലസിൽ വരുന്ന കോട്ടൺ ഫ്രോക്കുകളാണ്. ഇത് വിത്ത് ബോ അടക്കാണ് ഇത് വരുന്നത്. സെപ്പറേറ്റ് സർപ്ലസ് ഐറ്റംസിൽ അങ്ങനെ ബട്ടൺ ബോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം സംഭവങ്ങൾ കാണും. ഇങ്ങനെ ഒരു പാക്കിംഗ് എന്തായാലും ഉണ്ടായിരിക്കും സർപ്ലസിന്റെ കൂട്ടത്തില്. എപ്പോഴും ഇത് പ്ലെയിൻ ബ്ലാക്ക് വേണമെങ്കിൽ ഒരുപാട് പേര് എൻക്വയറി ഉള്ള പ്ലെയിൻ ബ്ലാക്ക് നല്ല മെറ്റീരിയൽ, ലിനന്റെ ഒക്കെ ഒരു സൈസ് ഫാബ്രിക് ആണ് ഇതും. അതെ, അതിൽ തന്നെ ത്രെഡ് വർക്ക് വരുന്നതായിരുന്നു. ഇതിലിങ്ങനെ 2 കളറുകൾ വരും. അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സർപ്ലസ് എന്ന് പറയുമ്പോ അതായത് ഇത് തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കിന് കിട്ടണം എന്നില്ല. അതാണ് അതിന്റെ ഒരു സർപ്ലസ് എന്ന് പറയുമ്പോ അങ്ങനെയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് ഇന്ന് കണ്ടത് ചിലപ്പോ നാളെ കാണില്ല. അപ്പൊ നാളെ വരുമ്പോ പുതിയ ട്രെൻഡി അങ്ങനെയാണ് അതിന്റെ ഒരു കെടുപ്പ് കിടക്കണത്. സർപ്ലസ് ഐറ്റംസിന്റെ കെടുപ്പ് കിടക്കണത് ഇതൊക്കെ സർപ്ലസിൽ വരുന്നത്. അതെ, ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇതൊക്കെ സർപ്ലസ് ഐറ്റംസിൽ വരുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ. അന്ന് ഇത് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ പറയുമ്പോ അതാകുമ്പോ കംഫർട്ടബിൾ കൂടുതലാണ്. എന്നാ പാർട്ടി വെയർ വേറെ ഉണ്ട് കേട്ടോ. അല്ല, ചില കുട്ടികൾക്ക് പറയുമ്പോ ഈ കോട്ടൺ, ലിനൻ അങ്ങനത്തെ സംഭവം മാത്രം അവർക്ക് യൂസ് ചെയ്താലാ എളുപ്പമുള്ളൂ. അതെ, ഇതൊക്കെ നല്ല ഇത് നന്നായിട്ടുണ്ട്. അതിങ്ങനെ ഒരു ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ഇങ്ങനെ ഒറ്റയടി ഫ്രോക്ക് പോലെ ഇതൊക്കെ അതിന്റെ ഒരു വെറൈറ്റീസ് ആണ്. ഇതാകുമ്പോ സുഖമാണ്, കംഫർട്ടബിളും കൂടിയാണ്, കോട്ടന്റെ ആണ്. അങ്ങനെയൊക്കെ ഇതിലൊക്കെ 3 കളറുകൾ വരും ഇങ്ങനെ. പല പല മോഡൽ. ഈ ഒരു മോഡൽ കൂടി വരുന്നുണ്ട് അല്ലേ? അങ്ങനെ. പക്ഷെ ഇത് ഇടിക്കാനായിട്ടും എളുപ്പമാണ്. നമുക്ക് പാരന്റ്സിന് ഇടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ കൂടി കംഫർട്ടബിൾ നോക്കണല്ലേ, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. മെയിനായിട്ട് കുട്ടികൾക്കുള്ള വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടോ, നല്ല നല്ല ഉടുപ്പുകള്. അത് പുറകില് ഒരു ചെറിയൊരു കീ ഹോൾ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒക്കെ 1-2 കളേഴ്സ് അവൈലബിൾ ആയിരിക്കും ഓരോ മോഡലിന്റെ. 2-3 കളർ. സൈസസ് പറയുമ്പോ എങ്ങനെയാ വരുന്നത്? സൈസസ് പല രീതിയിലുണ്ട്. അതായത് ചിലത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു 3 സൈസ് ആയിരിക്കും. 1, 2, 3 എന്നും പറഞ്ഞ് വരുന്ന സൈസുകളുണ്ട്. ചിലതൊരു 6 മാസം തൊട്ട് 2 വയസ്സ് വരെയുള്ള സൈസ്. ഓരോ ബ്രാൻഡും ഓരോരോ രീതിയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ജീൻസിന്റെ സംഭവം, ജീൻസിന്റെ ഡെനിമിന്റെ 1 ഇയർ സൈസ് കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഡെനിമിൽ തന്നെ വെറൈറ്റി വരുന്നതാണ്. ഇതിങ്ങനെ വരും. ഇതൊരു വെറൈറ്റി വരുന്നുണ്ട്. മുകളിൽ മാത്രമായിട്ട് വരുന്നത്, ഫുൾ വേണമെങ്കിൽ ഫുള്ള്. പിന്നെ താഴെ ഡെനിമും മുകളിൽ സ്ട്രൈപ്പും ആയിട്ട് വരുന്ന മോഡൽ. പിന്നെ ഡെനിമിന്റെ ഒക്കെ പല പല വെറൈറ്റീസ്. അപ്പൊ ഡെനിമിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഇനി നോർമൽ നമുക്ക് കോട്ടൺ വേണ്ട, കണ്ടുമെടുത്തവരാണെങ്കിൽ ഡെനിം എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡ് ആണല്ലോ. അത് എപ്പോഴാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ബോയ്സിന്റെ ആണെങ്കിലും ഗേൾസിന്റെ നമുക്ക് ഒരുപോലെ പോകുന്ന. ബോയ്സിന്റെ ഷർട്ട് ആണെങ്കിലും ഗേൾസിന്റെ പോകുന്നതായിട്ട്. ഇത് നോക്കിയേ, പിള്ളേരുടെ സോഫ്റ്റ് ആയിട്ടുള്ള
പാർട്ടിവെയർ പോലത്തെ ഉടുപ്പുകളാണ്. ജംസ്യൂട്ട് പോലെ വരുന്നതാണ്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. ഒരു ലിനന്റെ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് ജംസ്യൂട്ട് കുട്ടികൾക്ക്. ഇത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് നോക്കി അതിനേക്കാളും ഭംഗി. എന്തെടുത്താലും ഭംഗി. എന്നാൽ റേറ്റോ റീസണബിൾ റേറ്റ് ആണ് വരുന്നത് കേട്ടോ. എന്തായാലും റേറ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. തുണി എന്തായാലും നമുക്ക് കംഫർട്ടബിൾ. കുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുള്ള തുണി എന്ന് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചെയ്യണം. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ ഉള്ളിൽ കുത്തുടും ഇവിടെ. ഇപ്പൊ ആ പ്രശ്നം ഒന്നും കേൾക്കണില്ലേ? ഇപ്പൊ എല്ലാത്തിൽ തന്നെ ഉള്ളിൽ മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ലൈനിങ് ഇട്ടെല്ലാം രീതിയിൽ ചെയ്തത് കൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ കൂടിയായിരിക്കും. പിന്നെ ലെയർ ഫ്രോക്ക് ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുമാണ്. ഇതിന്റെയൊക്കെ പല പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കിനി വരുന്നതേ ഉള്ളൂ അടുത്ത. അല്ല ഇത് കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ ഇത് 2 വള്ളിയമ്മല് മാത്രമല്ല പിന്നെ ഭയങ്കര സൗകര്യം കൂടി ഇടാനും ഊരാനും സൗകര്യമാണ്. ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത്. അടിയില് ഷോർട്സോ കുറച്ച് വലുതായി കഴിഞ്ഞ കുട്ടികളത്തേക്കിന് കണ്ട ബുദ്ധി പറഞ്ഞു കൊടുത്തത് കണ്ട നിങ്ങള്. അങ്ങനെ അപ്പൊ ഇവിടെ വീഴാൻ പോണത് ടോയ്സ് ഉണ്ട്. ഈ ടോയ്സ് ഒക്കെ ഇവിടുത്തേനോ? അതെ, അടിപൊളി. നോക്കി അപ്പൊ ടോയ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഏത് തരം ടോയ്സുകളും അവൈലബിൾ ആണ്? ഇതൊക്കെ ഒരു 1599 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. സ്റ്റാർട്ടിങ് നമുക്ക് ഒരു 1200 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. പാണ്ടാക്കാറ് പോലത്തെ സാധനങ്ങൾക്കൊക്കെ 1000 രൂപയുടെ റേഞ്ചിലുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളുണ്ട് പിള്ളേർക്ക്, റൈഡോൺസ് പോലത്തെ. ഓക്കെ, അതൊക്കെ കാണാം. ഇത് ജസ്റ്റ് ഡിസ്പ്ലേ കണ്ടപ്പോ അങ്ങനെ തുണിയുടെ ഭംഗി കണ്ടിട്ടേ കണ്ടില്ല. അപ്പൊ ഇനി ഇപ്പഴത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഓണം കളക്ഷൻസ്. കുട്ടികളും തിളങ്ങട്ടെ, ഓണത്തിന്റെ പറ്റിയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. കണ്ടോ, അതിനെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് കളേഴ്സുകളും അവൈലബിൾ ആണ്. ഇതൊക്കെ അതിന്റെ വെറൈറ്റീസ്. അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ ഏകദേശം റേറ്റ് ഒന്ന് എല്ലാം ഒരു 400, 500, 600 ആ ഒരു റേഞ്ചിലാണ്. ഒരു 400, 500, 600 ആ റേഞ്ചിൽ. അതായത് ഇത് വരുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. നമ്മുടെ മെഷീൻ എംബ്രോയിഡറി വരുന്നതനുസരിച്ച് റേറ്റിൽ ചെറിയ ഡിഫറൻസ് വരും. ഈ ഫ്രിൽ വർക്ക് ഇതൊക്കെ വരുമ്പോൾ ഇതാവുമ്പോ സിമ്പിൾ ആണ്, ഇതാവുമ്പോ ചെറിയത് ഹാഫ് ആൻഡ് ഹാഫ്, അങ്ങനെയൊക്കെ ഓരോന്നിനും മാറ്റം, ഓരോ റേറ്റ് ഡിഫറൻസ് വരും. ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും ഇതിനൊക്കെ റേറ്റ് കുറച്ചുകൂടെ കുറവാണ്. 595 എന്തായാലും 400 തൊട്ട് 600 ഉള്ളിലുള്ള റേഞ്ച് ഉണ്ടാവുള്ളൂ. കാര്യമെല്ലാം നമ്മൾ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ളിടത്തു നിന്നാണ് എടുക്കുന്നത് കൂടുതൽ. മെറ്റീരിയലും നല്ലതാണ്. സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ആ ഒരു മെറ്റീരിയൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഉള്ളിലത്തെയും അതുപോലെ തന്നെ പുറത്തത്തെ മെറ്റീരിയൽ രണ്ടും സെയിം മെറ്റീരിയൽ എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇത് പാവാടയും ബ്ലൗസ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അതൊന്നും എടുത്ത് കാണിച്ചേ. ഇത് ഏറ്റവും വലിയ സൈസ് അല്ലേ? ഇത് 5 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളുടെ സൈസാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ 5 വയസ്സ് വരെയൊക്കെ കിട്ടുള്ളൂ. 5 വയസ്സ് വരെ മാക്സിമം കിട്ടത്തുള്ളൂ. ഉടുപ്പിൽ നമുക്ക് അത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ പാവാടയും ബ്ലൗസും ആയിട്ട് വരുന്നതാണ്. ഇതല്ലാതെ ഒരുപാട് എണ്ണ നമ്മൾ ചെയ്തതും നമ്മൾ തന്നെ അടിച്ചേക്കുന്ന കുറെ എണ്ണങ്ങൾ അകത്തിരിപ്പുണ്ട്. നമുക്ക് സൈസിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പാവാടയൊക്കെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ടോപ്പുകൾ പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ, പല മോഡൽസിലും അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊക്കെ ഒരു വെറൈറ്റി. ഇത് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി സ്കേർട്ടിൽ പ്രിന്റ് ഉള്ളത്, സ്കേർട്ട് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനിലുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ആണ്. പിന്നെ നമുക്ക് ഈ ബാപ്റ്റിസം സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ഉടുപ്പുകൾ തൊട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മന്ത്. ഇത് സൈസ് എഴുതിയേക്കുന്നത് 1 to 1.5 years ആണ്. പക്ഷെ ബാപ്റ്റിസത്തിന്റെ ആ ഒരു സൈസ് ഉണ്ടായിരുന്നു ബാപ്റ്റിസത്തിന് കൊണ്ടുപോയി. അങ്ങനത്തെ വരെ ഉണ്ട്. കാരണം ഇത് പ്ലെയിൻ പ്യുവർ വൈറ്റ്. പിന്നെ വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യൻസിനൊക്കെ കൂടുതൽ മൂവിങ് ആണ്. അല്ലാത്തപ്പോഴും യൂസ് ചെയ്യും. പിന്നെ പിള്ളേരാണല്ലോ വൈറ്റ് നമ്മൾ അധികം ഇടിയില്ലല്ലോ. അപ്പൊ അതിന്റെ നല്ല സൂപ്പർ കണ്ടോ, നല്ല ഉടുപ്പുകൾ. ക്രഷ് മെറ്റീരിയൽ, നെറ്റ്, സോഫ്റ്റ് നെറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഹക്കൂബ മോഡലിൽ മുകളിൽ സോഫ്റ്റ് നെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. പിന്നെ വരുന്ന വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് പക്ക കോട്ടണിൽ വരുന്നതാണ്, ടോപ്പ് കോട്ടണിൽ. അതിൽ ബോ ആയിട്ട് വരുന്ന ഒരു ഐറ്റം. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് ഇത് ആഹാ, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഉടുപ്പാണ്.
ഇത് സർപ്ലസിൽ വരുന്നതാണ്, സർപ്ലസ് ആണ്. അതുകൊണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ എനിക്ക് അവിടെയും കണ്ണ് വെക്കണമെന്നുണ്ട്, ഇവിടെയും കണ്ണ് വെക്കണമെന്നുണ്ട്. ആ കയ്യിൽ പിടിച്ചിരിക്കണോ എവിടേക്കാ കണ്ണ് പോവാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ പിള്ളേരുടെ ശല്യം കൊണ്ട് നമുക്ക് ഒരു ഫംഗ്ഷന് പോവാണ്ടിരിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. സർപ്ലസിൽ ഇതുണ്ടാവും, അതുണ്ടാവും. എന്തെങ്കിലും സാധനം കോംപ്ലിമെന്ററി പോലെ ഉണ്ടാവൂലേ. ഇത് നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻ ആണ്. അതില് വൺ സൈഡ് ഷോൾഡർ ഉള്ളതുണ്ട്, ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് ടെയിൽ മോഡലാണ്, താഴേക്ക് ഇറക്കം കൂടുതൽ പിള്ളേർ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗി. ഇതൊക്കെ റേറ്റ് പറയും. ഇത് റേറ്റ് കുറച്ചുകൂടെ, ഇത് രണ്ടെണ്ണം ഈ ഐറ്റം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അതായത് 1600 റേഞ്ചും 2000 അടുത്തൊക്കെ വരും. അല്ല അതിനുള്ളത് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മള് കൊടുക്കണ സാധനം പൈസ കൊടുക്കുമ്പോ അതിനുള്ള വാല്യൂ ഉള്ള ഐറ്റം ഇതിൽ ഉണ്ടോന്നും കൂടി നമ്മൾ നോക്കൂല. അപ്പൊ കാണുമ്പോ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു 1000-1500 ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുള്ളത് ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് എപ്പോഴും കിട്ടില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ പുതിയ വെറൈറ്റി ആയിരിക്കും. ഇതൊക്കെ നമ്മള് ഒരു ഇത് തന്നെ ചെയ്യുന്ന ആളുകളുടെ അടുത്ത്, സപ്ലൈസിന്റെ അടുത്തും നമ്മൾ എടുക്കുന്നത് പാർട്ടി വെയർ ഐറ്റംസ് തന്നെ. അപ്പൊ നമുക്ക് പറഞ്ഞങ്ങനെ ചെയ്യിപ്പിക്കാനും പറ്റും. അവരുടെ അടുത്ത് പല പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും അവരുടെ അടുത്ത്. ഇത് തന്നെ നെക്സ്റ്റ് ടൈം ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു അപ്പൊ കളേഴ്സ് മാറും, പാറ്റേൺസ് മാറും, ഡിഫറൻസ് അങ്ങനെ വെറൈറ്റീസ് ഒക്കെ എടുക്കും. അപ്പൊ കുട്ടികളുടെ ഇതുപോലത്തെ വെറൈറ്റീസ് ഇനി നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. അപ്പൊ അതിന് മുന്നേ ഇവിടെ കുറെ ടോയ്സുകൾ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. റേറ്റ് 250 ആണ് ഇത് ഏതെടുത്താലും 250 ആണ് കേട്ടോ, ഏതെടുത്താലും. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഇല്ല, വലുതായാലും ചെറുതായാലും എങ്ങനെയാണെങ്കിലും ഒക്കെ ടോയ്സ് 250 കളക്ഷൻസ് ആണ്. പിന്നെ അത് കൂടാണ്ട് ചെറിയ ചെറിയ ടോയ്സ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. വാച്ച്, അതെ വാച്ചുകൾ പിള്ളേര് വരുമ്പോ പിള്ളേർ കൂടെ അമ്മമാര് ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാച്ചുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ടോയ്സുകൾ, ചെറിയ ചെറിയ ടോയ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ഫോക്കസ് എനിക്ക് ഇതിന് ചെയ്യാനുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നു. പാലാട അങ്ങനെ എന്തോ. ഇതിപ്പോ നമുക്കിവിടെ കൂടുതലും വരുന്ന രാജഗിരി, കൊലഞ്ചേരി അങ്ങനെ അടുത്തുള്ള കൊച്ചു ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവരുടെ കിറ്റിൽ അവർ അവിടുന്ന് ലിസ്റ്റ് കൊടുക്കുന്നതിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഒരു ഐറ്റം ആണിത്. ഇപ്പൊ രാജഗിരിയില് പേഷ്യൻസ് വരുവാണെങ്കിൽ അവർ പറയുന്ന ഒരു ഐറ്റം ആണ് ഇത് വേണമെന്ന്. ഇത് മാത്രമായിട്ട് അവർക്ക് അത് പുറത്തു പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്ട് ഇത് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇതും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഐറ്റംസ് സാധാരണ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കടകളിലൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഇത് കിട്ടുക. കാരണം ഇത് ഞാൻ തപ്പി കുറെ നടന്നിട്ട് എനിക്ക് അവസാനം ഏതോ ഒരു കടയിൽ നിന്ന് കിട്ടിയ എന്റെ ആങ്ങളയുടെ വൈഫിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇതിന്റെ പേര് ഇങ്ങനെ പാല് കൊടുക്കണ സംബന്ധം. നമ്മുടെ കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നന്നായിട്ട് നമുക്ക് പോകുന്നുണ്ട്. രാജഗിരിയിൽ വന്ന അവർക്ക് ഇത് മസ്റ്റ് ആണ്, കിറ്റിന്റെ കൂടെ എന്തായാലും മസ്റ്റ് ആണ്. പക്ഷെ എന്നാ നമ്മുടെ കുട്ടികളോ ഇതുണ്ടെങ്കിലേ കുടിക്കുമല്ലോ, ഇല്ല ഇത് കൊടുത്താൽ എല്ലാവരും കുടിക്കും. അവർക്ക് അറിയേ പോലും ഇല്ലല്ലോ, നമ്മളത് ശീലാക്കി കൊടുത്താലല്ലേ. എന്തായാലും ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ജസ്റ്റ് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഹൈജീനിക് ഒക്കെ ആയതിനു ശേഷം യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തെന്ന് പറയുമ്പോ ഇത് ഓടുന്ന വാച്ചാ, അത് ഓടുന്നത് അലാം അടിക്കും, അലാറം അടിക്കും. സോ ക്യൂട്ട് കണ്ടോ, എന്ത് രസമാണ്, കുഞ്ഞ് ക്യൂട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഇത് ചെറിയൊരു ബാറ്ററി ആയിരിക്കും അല്ലേ? ചെറുതാ, കുഞ്ഞൊരു തീരെ ചെറുത്. നമ്മുടെ സാധാരണ വട്ടത്തിലുള്ള അങ്ങനെ ടോയ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മെയിൻ ഫോക്കസ് നമ്മൾ ഡ്രസ്സിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പാലും കുപ്പി നമുക്ക് ഫീഡിംഗ് ബോട്ടിലുണ്ട്. പിന്നെ ചെറിയ ചെറിയ സിപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റംസ്. പിന്നെ എന്താ ബൂട്ടീസ്, അങ്ങനത്തെ ബൂട്ടീസ് കുഞ്ഞു കുഞ്ഞു ചെറിയ, അത് കുറച്ച് പ്രീമിയം ടൈപ്പിലായിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ വരുമ്പോ 99 രൂപ വരുന്നുള്ളൂ. ഇങ്ങനത്തെ ഷൂസ് ഒക്കെ വരുമ്പോ ഇതിന് 99 രൂപ. 99 രൂപ. ഇത് പാക്കിംഗ് വ്യത്യാസമാകുമ്പോ അതിനനുസരിച്ച് വ്യത്യാസം. ഇതൊക്കെ വരുമ്പോ 260 റേഞ്ച് ഒക്കെ വരും. ആ റേഞ്ചേ വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനത്തെ കുട്ടികൾക്കുള്ള ആക്സസറീസിന്റെ ഐറ്റംസ് എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെയർ ബോസിന്റെ ഐറ്റംസ്, അത് പല വെറൈറ്റിയിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പലതരം ബോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഐറ്റം എന്താണ്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ടീത്തർ, സൂത്ര അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇത് കോംബോ ഐറ്റംസ്, പിള്ളേരുടെ കോംബോ ഐറ്റംസ് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളത്. പിന്നെ ഇത് പിള്ളേരുടെ ടീത്തർ. ഇത് പിള്ളേർക്ക് പല്ലൊക്കെ വരുന്നതിന് മുമ്പ് ഇവർക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഷാർപ്പാകാം. ആ സമയത്ത് അത് പൊട്ടിപ്പോകും. പല്ല് വരുന്നതിന് മുമ്പേ ഇത് കൊടുക്കാൻ പറ്റും. പല്ല് ടീത്തർ എന്ന് പറയും. ഓക്കെ. അല്ല സാധാരണ അപ്പൊ നമ്മുടെ കൈ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഈ സംഭവം മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ട് ഇങ്ങനെ പ്രോബ്ലം. പിന്നെ ഇതൊക്കെ അതിന്റെ തന്നെ കോംബോ. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിക്കോ. കോംബോ കിറ്റ് ആണ് വരുന്നത്. ഇത്
ഇതും ഇതൊക്കെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഈ ഇവിടെ കുറെ ടോയ്സ് വേറെയും ഇരിക്കുന്നത് സ്പ്രിംഗ് ആണ്. നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ വലിച്ച് നെക്സ്റ്റ് ടൈം നമുക്ക് കാണിച്ചു തരാം. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെക്കാം. ഓക്കെ, കുട്ടികൾക്കായിട്ടുള്ള എല്ലാത്തരം ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വലിച്ചു ഇത് തന്നെ ലൈറ്റ് കത്തും. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നീളും, കാലും നീളും. പിള്ളേർക്ക് കളിക്കാനായിട്ട് കുട്ടികൾക്ക് ആടി ആടി കളിക്കാനായിട്ട് ഇങ്ങനെ വെക്കാം. അത് പിള്ളേർ അതുമായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരുന്നുള്ളൂ. കുറച്ച് നേരമെങ്കിലും തറയിൽ വെക്കാം. നമുക്ക് ഒട്ടിച്ച് വെക്കുന്ന സ്റ്റിക്ക് ഓൺ ടൈപ്പ് ആണ് കേട്ടോ അത് വരുന്നത്. പിന്നെ അത് കൂടാതെ കുട്ടികൾക്കുള്ള ഇതാ ചെറിയ ബൺ ടൈപ്പ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇനി അപ്പുറത്തേക്ക് പോകാം അല്ലേ? അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറേ നമുക്ക് പലതരം ടോയ്സുകൾ, കാറുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത്. അത് റേഞ്ച് വൈസ് ഇതൊക്കെ ഫുൾ ആ ഇതിലേക്ക് വരുന്നതാ അല്ലേ? ഇത് ഫുൾ ഈ ബാസ്ക്കറ്റ് ഒക്കെ എന്തിനു യൂസ് ചെയ്യണത്? നോർമലി സാധനം എടുത്തു വെക്കാനായിട്ട്, കുട്ടികളുടെ ഐറ്റംസ് എടുത്തു വെക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇത് മറ്റേണിറ്റി ബാഗാണ്. അതായത് ഡൈപ്പർ ബാഗ് എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ബാഗ്. ഓക്കെ, ഇതും നല്ല കംഫർട്ടബിൾ സോഫ്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് എല്ലാം ബിലോ 1000 വരുന്നത്. ഇതല്ലേ, ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ കിട്ടും കേട്ടോ. ഇതൊക്കെ അതിൽ ബാക്ക് പാക്ക് മോഡലും വരുന്നുണ്ട്. അല്ലാതെ ഒരു കയ്യിൽ കുട്ടിയാവുമ്പോൾ നമുക്ക് ഇത് എന്തായാലും ഷോൾഡർ ടൈപ്പ് ഉണ്ട്. ഇത് ബാക്ക് പാക്ക് വരുന്ന മോഡല്. ഓക്കെ, ഇത് രണ്ട് ടൈപ്പ് യൂസ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് അറകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും കൊച്ചിനെ കൊണ്ട് പോകുന്ന സമയത്ത്. എന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ ഉള്ളില് ഇതിങ്ങനെയാണ്. കൊച്ചിന്റെ ഡയപ്പർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ഷീറ്റ് കുട്ടീനെ കിടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ബാഗ്, ഈ ഒരു സ്പേസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെ ഉണ്ട്, സൈഡിലുണ്ട്, ഇത് ഇവിടെ ഉണ്ട്, അതുപോലെ ഈ സൈഡിലുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ബോട്ടിൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പുറത്തും ഉണ്ട്. അങ്ങനെ ഓരോരോ ആവശ്യമനുസരിച്ചിട്ട് അതിന് അടുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലും അതുപോലെ തന്നെ ഉണ്ട്. ബാക്ക് പാക്ക് മറ്റേ കുട്ടീനെ പിടിച്ചിട്ട് ബാക്കിൽ ഇത് ബാഗ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സേഫായി നമുക്ക് നമ്മുടെ കുട്ടീനെ കൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, നമുക്ക് കുട്ടീനെ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിനെന്താ പറയാ? കങ്കാരു ബാഗ്. ഇതൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് യൂസ് ചെയ്യണത് തീരെ താല്പര്യമില്ല. കുട്ടികൾക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള പിടിച്ച് നമ്മുടെ നെഞ്ചോടുകൂടി ചേർന്ന് പിടിച്ചിട്ട് കൊണ്ട് നടക്കണ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷെ എന്നാലും കുറേ അമ്മമാരൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. അവർക്കൊക്കെ മെയിനായിട്ട് എന്ന് വെച്ചാൽ ജോലിക്ക് പോയ തണ്ടൽ വേദന എടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിട്ട് നമ്മൾ അല്ല അതാ പറയാം, നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ചോട് ചേർന്ന് പിടിക്കുന്നതാണ് അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷെ എന്നാ പോലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇനി ജോലിക്ക് പോയി വരുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കുട്ടികളെ കൊണ്ട് നടക്കണം, പുറത്തുനിന്ന് വോക്ക് ചെയ്യാൻ പോകണമെന്ന് ഹാൻഡ് ഫ്രീ ആയിട്ട് നടക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. തണ്ടൽ വേദന ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു സംഭവം. ഇതിന്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് ഏകദേശം സ്റ്റാർട്ടിങ് ഒരു 399 മുതലുണ്ട്. കങ്കാരു ബാഗിന് ഇതിന്റെ കളേഴ്സ് ഇതൊക്കെ റേറ്റ് കുറവിന്റെ കളേഴ്സുകളാണ് വരുന്നത്. കവറിൽ നമുക്ക് പിന്നെ ഇടാം. ഓക്കെ, ഇവിടെയും കുറെ സംഭവം ഇരിക്കണ്ടല്ലോ. ഇതൊക്കെ പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടബാണ്. ഇത് ടബ് എന്ന് പറയും, പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടബ്. ഇത് നമുക്ക് താഴെ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞാല് മിക്കവർക്കും ഇത് തൊട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഹുക്സ് കാണത്തില്ല. ഇത് വിൻഡോയിലേക്ക് ഇത് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട്. ചേച്ചി ഇതേ വന്നു നമ്മുടെ കുട്ടി. മറന്ന ഹുക്കൊക്കെ പിന്നെ നമുക്ക് പിടിക്കാം. വാടാ, ഇവിടുത്തെ മുതലാളിയാണ്, കൊച്ചു മുതലാളിയാണ്. ഞാൻ ഇന്ത്യയാണ്, ഇവിടെ കൊച്ചു മുതലാളിയാണ്. ഈ തൊട്ടിലൊക്കെ കിടന്നിട്ട് ഈ കുട്ടീനെ ഇവരുടെ സ്വന്തമായിട്ടുള്ള കുട്ടിയുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനൊരു കട വെക്കണം അങ്ങനെ ഒരു ഫീൽ ചെയ്തല്ലേ. ഇവർക്ക് സർപ്ലസ് എടുത്തു തുടങ്ങിയതിനു ശേഷം നമ്മൾ സർപ്ലസ് എന്നുള്ള ഒരു ചിന്ത വന്ന് തുടങ്ങിയിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ഇവര് ഈ ഒരു ഫാമിലി ഒന്ന് അടുത്തേക്ക് കാണട്ടെ. വെള്ളം തരാ, ഒരു മിനിറ്റ്, ഒരു ഹായ് പറ. ഹായ് പറ, ആൾക്കാരെ കാണണു. ചേച്ചിമാര്, ചേട്ടന്മാര്, അമ്മാമ്മ, അപ്പ എല്ലാരും ഉണ്ട്. ഒരു ഹായ് പറടാ. എത്ര മക്കളാ?
അതെ കൈ കൊണ്ട് കാണിക്കണ്ടില്ലേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടിയുടെ വക പേര് ഇസ. ഇസാറ അങ്ങനെയുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് 2 മക്കളാ. മൂത്തയാള് ആൺകുട്ടിയാണ്, 6 വയസ്സ്, സ്കൂളിൽ പഠിക്കണം. പിന്നുള്ളത് നമ്മുടെ ഈ ഒരു കൊച്ചു മുതലാളി. അപ്പൊ എന്താ ചെയ്യണേ? ഫുൾ ടൈം നമ്മുടെ ഈ ഒരു ഷോപ്പായിട്ട് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അല്ലാണ്ട് ചെറിയ പരിപാടികളൊക്കെയാണ്. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല പുറത്തേക്ക്, റേഡും പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ്. ചേച്ചി ഇത് വേണോ? ഇത് വേണോ? അപ്പൊ കുറച്ച് നേരം ഇതൊന്ന് കുട്ടിക്കൊന്ന് കൊടുക്കട്ടെ. ഒരു ബ്രേക്ക് വേണം ഞങ്ങൾക്ക്. അപ്പൊ വെള്ളമൊക്കെ കുടിക്കണം ഞങ്ങൾക്ക്, ഒരു ബ്രേക്ക്. നമ്മളപ്പോ ഇത് പറഞ്ഞിട്ടാണ് നിർത്തിയത്, അതിന്റെ ഇടയിലാണ് ഉണ്ണിവാവ വന്നത്. അപ്പൊ ഇത് എന്തിനുള്ളതാണ്? ഇത് നമ്മൾ വിൻഡോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഹുക്സ് ഇല്ലാത്ത വീടുകളിലൊക്കെ അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് തൊട്ടില് തൂക്കിയിടാം. അപ്പൊ ഇത് വിൻഡോയില് ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ എന്നിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് ഹുക്ക് ഇട്ടിട്ട് രാരീരം പാടാം. തൊട്ടിലും ഉണ്ട് കേട്ടോ, നമുക്ക് സെപ്പറേറ്റ് തൊട്ടിലുണ്ട്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഇത് ഫുൾ അതിന്റെ തുണിത്തൊട്ടിലാണ്. ഇതൊക്കെ ഓരോ പേരിൽ വരും, ആരീരം, രാരീരം, വാത്സല്യം, അങ്ങനെ ഓരോ പേരുകളിൽ വരും. അതിന്റെ കൂട്ടത്തിൽ സ്പ്രിങ്ങും സ്പ്രിങ്, പിന്നെ മുകളിലത്തെ ഹാങ്കർ ടൈപ്പ് ആയിട്ടുള്ളത് അതും, അങ്ങനെ കൊതുവല, ഇതൊക്കെ അതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ കുറെ കാണിക്കാണ്ട്. ഇത് അടിപൊളിയാണല്ലോ കുട്ടികളുടെ നല്ല വെറൈറ്റി ഫ്രോക്കുകൾ. അത് വൺ സൈഡിൽ ഫുൾ ഫ്ലോറലായിട്ട് വരുന്ന സാറ്റനിൽ വരുന്നതാണ് മെറ്റീരിയൽ, പാർട്ടി വെയർ സാറ്റൻ. അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതില് സൈസ് എപ്പോഴും 8 വയസ്സ് വരെ. ഇതൊക്കെ പാർട്ടി വെയർ നമ്മൾ കൂടുതലും ചെയ്യുന്നത് 4 വയസ്സ് വരെ, 4-5 വയസ്സ് വരെ ചെയ്യുന്നത്. കോട്ടൺ ഫ്രോക്സ് ആണ് 8 വയസ്സ് വരെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വെറൈറ്റീസ് ഉണ്ട്, പറയുന്ന മോഡൽസ് അനുസരിച്ചിട്ട് ചെയ്യും. ഇതും നല്ലൊരു വെറൈറ്റി ആണ് അല്ലേ. 3 കളർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറെ കാണിക്കാണ്ട്, കാരണം ഷോറൂം കുറെ വലുതാണ്. ഇനി എന്തൊക്കെ കാണിക്കാം, ഇവിടെയൊക്കെ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല. അതായത് ഫുൾ കുട്ടികളുടെ ഉടുപ്പുകൾ, കോട്ടൺ ഉടുപ്പുകളിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഉടുപ്പുകളെന്ന് പറയുമ്പോൾ അപ്പോഴും 5 വയസ്സ്, ഇത് 8 വയസ്സ് വരെ ഉണ്ട്. കോട്ടൺ ഫ്രോക്സുകൾ നമ്മൾ കൂടുതലും ഒരു 8 വയസ്സ് വരെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സർപ്ലസിൽ വരുന്ന നല്ല ഉടുപ്പുകൾ, ഫാബ്രിക് നല്ല മെറ്റീരിയൽ ആണ്. അതിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഭംഗി എന്തോ ഡള്ളായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഉടുക്കുമ്പോൾ ഭയങ്കര കംഫർട്ട്, സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. അതിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ കാണുന്നത്. സർപ്ലസ് ഐറ്റംസ് ഒക്കെ വരുമ്പോൾ റേഞ്ച് എത്ര വരും? ഏകദേശം ഒരു 599-600 ആ റേഞ്ചിലൊക്കെ വരുന്നത് ഉടുപ്പുകൾ വരുമ്പോഴത്തേക്കും. സർപ്ലസ് ആയതുകൊണ്ട് തന്നെ കേട്ടോ ആ ഒരു റേഞ്ച് വരുന്നത്. അതിൽ വലിയ വലിയ ഡോട്ട്സ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് റേറ്റ് കുറവാണ്, 300-400 റേഞ്ചൊക്കെ വരത്തുള്ളൂ ഇങ്ങനെയുള്ള ഉടുപ്പുകളൊക്കെ വരുമ്പോൾ. അങ്ങനെ വെറൈറ്റീസ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഇത് കൂടാണ്ട് ഈ ഒരു സംഭവം കൂടി കാണിക്കാണ്ട്, കുട്ടികളുടെ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഇത് പെടുത്താണ്ടിരിക്കാൻ പറ്റില്ല. ഇതാണ് ഊഞ്ഞാലാണ്, വലിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. 1 വയസ്സ് 2 വയസ്സ് വീടിന്റെ അകത്ത് കെട്ടാൻ പറ്റില്ല. അപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ രാരീരം ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് അല്ലേ. ഹെൽമെറ്റ്, സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് പല മോഡൽസ് ഉണ്ട്. ഹെൽമെറ്റ് ആണ് കേട്ടോ, ഒരു സ്റ്റൈലിൽ ലുക്ക് ആവും ചെയ്തു. അങ്ങനെ എല്ലാ ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പിടിക്കുകയാണെങ്കിൽ മൊത്തം എന്ത് ഐറ്റംസ് വരുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ബോക്സ് ഐറ്റംസ് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോന്നും പിള്ളേരുടെ ഈ ബോക്സിൽ വരുന്ന ഐറ്റംസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കുഞ്ഞു ഷർട്ടും അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഇങ്ങനെ ബോട്ടോ ഒക്കെ ആയിട്ട് വരുന്നത്, നിക്കർ അടക്കം വരുന്നത് 500 റേഞ്ച് ഒക്കെ വരുന്ന ഗിഫ്റ്റ് പർപ്പസിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ്. അതിന്റെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത്. ഈ ഫുള്ള് ഇരിക്കുന്ന ഐറ്റംസ് പല പല ബ്രാൻഡിലുണ്ട്, അങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഇത് ഫുൾ അതിന്റെ ഐറ്റംസ്. പിന്നെ ഈ ഒരു സംഭവം കുട്ടികളുടെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എണ്ണ തേച്ചിട്ട് കെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിപ്പിക്കുമ്പോൾ കൈ വഴുക്കല് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ഇതിൽ അതേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ പിള്ളേരുടെ ടീഷർട്ടുകളാണ്, ഒരു 3-4 സർപ്ലസിൽ വരുന്നതാണ് സർപ്ലസ് ഐറ്റംസ് കേട്ടോ. അതിൽ പല മോഡൽസ് ആയിരിക്കും, ഓരോന്നും സെയിം ആയിട്ട് കിട്ടില്ല, കാരണം എല്ലാം സർപ്ലസ് ആയതുകൊണ്ട് ഓരോ പ്രാവശ്യം നമുക്ക് വരുമ്പോൾ ഓരോരോ മോഡൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെ, അതിന്റെ ഏജ് വയസ്സ് നോക്കണമെങ്കിൽ എത്ര ഏജ് വരെയൊക്കെ ഇത് ഉണ്ടാവും? ഇത് ടീഷർട്ടിലൊക്കെ നമ്മൾ ലേഡീസിന്റെ ടീഷർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീഷർട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു ന്യൂ ബോൺ സൈസ് മുതൽ ലേഡീസിന്റെ ടീഷർട്ട് വരെയുള്ള സൈസ് ഉണ്ട്. അതായത് അതിപ്പോൾ നമുക്ക് 10-15 വയസ്സുള്ള പിള്ളേരുടെയും ടീഷർട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സൈസിലുള്ള ടീഷർട്ട് ഉണ്ട്, നമ്മുടെ സർപ്ലസിലുണ്ട്. ഓ, ഇഷ്ടമായി. അപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയവർക്കുള്ള ടീഷർട്ടിന്റെ സെക്ഷനാണ് ഈ ഫുൾ, അതും സർപ്ലസ് ഐറ്റംസ്. അപ്പൊ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര? 99 തൊട്ട് ഒരു 199 വരെയൊക്കെയാണ് മാക്സിമം നമ്മുടെ ലേഡീസിന്റെ ഒക്കെ വരുമ്പോഴത്തേക്കിന്. അത്രേ ഉള്ളൂ.
99 തൊട്ട് 199 ടീഷർട്ട്, അത് ചെറിയ തൊട്ട് വലുത് വരെ ഉണ്ട്. സൂപ്പർ, എനിക്ക് ഇഷ്ടമായി. അതും ബ്രാൻഡഡ് മാക്സ് അത് ഇതൊക്കെ ഉണ്ട്, മാക്സിന്റേതുണ്ട്. അങ്ങനെ ഓരോ ബ്രാൻഡിന്റേതായിരിക്കും. നമുക്ക് വലിയവരുടെ ഒരു 2 എണ്ണം കാണിച്ചു തരാം. എന്തായാലും വലിയവരുടെ എന്ന് പറയുമ്പോൾ ഒന്ന് 2 എണ്ണം എടുത്ത് നോക്കിയാലേ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ വരുന്ന ഫിഗിന്റെ ആണ്, റിലയൻസിന്റെ ഒക്കെ ഒരു ബ്രാൻഡാണ്. ഓഹ്, ഭയങ്കര സോഫ്റ്റ് അല്ലേ. ഇതൊക്കെ സർപ്ലസ് മെറ്റീരിയൽ ഫാബ്രിക് സാധനം നമ്മൾ എടുക്കാനായിട്ടുണ്ട് കുറച്ചെണ്ണം. ഇതൊക്കെ വലിയവർക്ക് പറ്റിയിട്ടുള്ള ടീഷർട്ട്. എന്താ ഗ്ലാമർ വന്ന് ആ കണ്ണാടിയിൽ വെച്ച് നോക്കിയപ്പോഴേ, അല്ല മിററിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ഫീല് നമുക്ക്. ചെറിയൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെ, പ്രിന്റ് ഒന്നും പോകത്തില്ല, മെഷീൻ വാഷ് ചെയ്താലും ഒന്നും പോകത്തില്ല, അത്രയും ഗ്യാരണ്ടിയാണ്. അതിന്റെ കുറച്ച് വെറൈറ്റീസ് കേട്ടോ. ഇതൊക്കെ ഈ MRP കാണത്തില്ല. ഇതൊക്കെ ഒരു 499 കിടക്കുന്നതിനൊക്കെ 199 ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. MRP അല്ല, ഒന്നുകൂടി പറഞ്ഞ 499 ആണ് അതിന്റെയൊക്കെ MRP. പക്ഷെ നമ്മൾ വിൽക്കുന്ന വില 199 രൂപയ്ക്കാണ്. റേറ്റും കൂടി കണ്ടു ഇനി. ഇതെല്ലാം ശരിക്കുള്ള റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ശരിക്കും പറയാം, ഭയങ്കര ഓളിയും ബഹളം ആളാണ്. പക്ഷെ ഇവിടെ വന്ന് പാക സ്തംഭിച്ച് നിന്ന് പോയി. കാരണം റേറ്റ് ഭയങ്കര റേറ്റ്. ഇത് നമുക്ക് സെറ്റ് ആയിട്ടുള്ള, നമുക്ക് മാച്ച് ചെയ്ത് എടുക്കാവുന്ന പോലെ തന്നെ ബോട്ടംസും ഉണ്ട് ലേഡീസിന്റെ. ഇതൊക്കെ 195 ആ റേഞ്ചിൽ വരുന്നതാ. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്. നമ്മുടെ വലിയ പെണ്ണുങ്ങൾക്ക് സൈസ് വരെ വലിയ സൈസാണ്. ഇതാ ഇത്രയും വലിയ സൈസ്. 2 മോഡൽസ് വരും. അടിയിൽ ചുരുക്ക് വരുന്ന സൈസ് ഉണ്ട്. ഇതിൽ റിബ് ഉണ്ട്, റിബ് ഇല്ലാത്ത മോഡൽ. ഇത് എലാസ്റ്റിക് റിബ് ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ? എലാസ്റ്റിക് റിബ് ഇല്ലാത്തത്. ഓക്കെ, പലാസോ ടൈപ്പ് ആയിട്ടുള്ളത്. ഇതാ അപ്പൊ വലിയൊരുക്കുള്ള ഐറ്റംസും ആയി. അപ്പൊ എന്തൊക്കെ വെറൈറ്റി ഒളിപ്പിച്ച് എല്ലാം നമ്മള് റേറ്റ് കുറവിലുള്ള സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലേഡീസിന്റെ കുർത്തീസ് ആണ്. ഇതും നമുക്ക് ഡെയിലി വിയർ കുർത്തീസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ലാർജ് സൈസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഡെയിലി വെയറിന്റെ വെച്ചാൽ 1000 ബിലോ ആയിട്ടുള്ള, കൂടുതലും 1000 ബിലോ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഗ്ലാസ് വർക്കോ അങ്ങനെയൊക്കെ ഉള്ളതിൽ കുറച്ച് ഡിഫറൻസ് വന്നെങ്കിലേ ഉള്ളൂ. എന്നാലും മോസ്റ്റ്ലി എല്ലാം തന്നെ നമുക്ക് ബിലോ 1000 റേഞ്ചിൽ വരും. ആ ഫുൾ കുർത്തീസിന്റെ കളക്ഷൻസ് ഈ ഫുൾ 4 റാക്ക് മൊത്തം ഇരിക്കുന്നത് ഐറ്റംസ്. സൈസ് വൈസ് 3XL സൈസ് വരെ ഉണ്ട്. 3XL. ഓക്കെ, അതിന്റെ ഒരു 2 വെറൈറ്റി നമുക്ക് നോക്കാം. ഇതാണ് കുർത്തീസ് വരുന്നത് വിത്ത് വീനെക്ക് മോഡൽ ആയിട്ടുള്ള, എന്നാൽ റൗണ്ട് നെക്ക് ആണ്. ആ രീതിയിൽ ലേസ് വർക്കിന്റെ. ഇത് നമ്മുടെ ആലിയ കട്ട് മോഡൽ. അതൊക്കെ കളേഴ്സ് ഉണ്ട് നമുക്ക് അതിന്റെ. ഇതിന്റെ വെറൈറ്റീസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1000 ബിലോ റേഞ്ചിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻ ആണ്. അയ്യോ, വിത്ത് ബോട്ടം ഉണ്ടായിരുന്നു. അത് വിത്ത് ബോട്ടം ആണ്. ഇത് വിത്ത് ബോട്ടം വരുന്നുണ്ടെങ്കിലും റേറ്റ് കുറവാണ്. അത് 700 റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. ആ റേഞ്ചേ വരുന്നുള്ളൂ. അത് 2 എണ്ണത്തിന് 2 കൂടി കൂട്ടിയിട്ട് 700 ഉള്ളി. ഓക്കെ, ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റ്, ലേഡീസിന്റെ പുതിയ മോഡലാണ്. കോട്ട് സെറ്റ് ഒക്കെ ഇപ്പോഴും ഇപ്പൊ ട്രെൻഡിങ് ആണ്. ലേഡീസിന്റെ കുർത്തീസിൽ ഇപ്പൊ പുതിയത് ഇതാ 2 പീസിന്റെ കോട്ട് സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇതും ഉണ്ട്, ഐറ്റംസ് കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ വരും കളേഴ്സുകൾ. പേസ്റ്റലും ഡാർക്ക് ഷെയ്ഡും രണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഇതിനൊക്കെ 2 പീസിന്റെ ഒരു സെറ്റാണ് വരുന്നത്. കോട്ടന്റെ ഐറ്റംസ് ആണ് ഇത് വരുന്നത്. പിന്നെ അക്കോബയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഒക്കെ ഡെയിലി വെയർ ഐറ്റംസ് കേട്ടോ. എന്നുവെച്ചാൽ കുട്ടികൾക്ക്, കുട്ടികളുള്ള അമ്മമാരാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ ഒരുപാട് ഇങ്ങനെ ഗ്ലാസ് വർക്കും കാര്യങ്ങളും ഉള്ളതിനെക്കാട്ടിലും കംഫർട്ടബിൾ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കുട്ടികളൊക്കെ അവരുടെ സ്കിൻ ഹാർഷ് ആവാണ്ടിരിക്കാൻ വേണ്ടി, സ്കിന്നിനൊക്കെ ഇറിറ്റേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി അമ്മമാരും അതുപോലത്തെ ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അത്രയും ഡെയിലി വെയറിൽ തന്നെ നമ്മൾ വലിയ വർക്കുകളൊന്നും അല്ല വെക്കുന്നത്. ഫുൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ XL സൈസിൽ വരുന്നതാണ്. ഹക്കോബയിൽ കേട്ടോ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബയാണ്. അങ്ങനെ വലിയ ഇതാവണ ഫീലിംഗ് ഒന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുർത്തീസിന്റെ അതിന്റെ തന്നെ നമുക്ക് ബോട്ടം വെയറും വരുന്നുണ്ട്. പിന്നെ ഇത് ആൺകുട്ടികളുടെ ടീഷർട്ട് ആണോ? ഇതൊക്കെ ബോയ്സിന്റെ ടീഷർട്ട്. ബോയ്സിനും ഉണ്ട്, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും നമുക്കിവിടെ ടീഷർട്ട്സ് അവൈലബിൾ ആണ്. കുഞ്ഞ് ബോൺ ബേബി തൊട്ട് ഉള്ള ടീഷർട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാം. അവർക്ക് പറ്റിയിട്ട് തന്നെ നമുക്ക് ബോട്ടം വെയറും ഉണ്ടാവും. എന്ന് വെച്ചാൽ ട്രൗസർ 3/4 പാൻസും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ടീഷർട്ടിൽ പെടുന്നതാണ്. ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, അങ്ങനെ പല ഇതൊക്കെ രീതിയിൽ. അതൊക്കെ ഫുള്ളിൽ വരും. ഹാഫ് ഉണ്ട്, ഹാഫ് ഉണ്ട്. ഇതൊക്കെ സർപ്ലസ് ഐറ്റംസാ.
അതൊക്കെ സർപ്ലസാണ്. സർപ്ലസ് ഐറ്റംസ്. ചിലതുണ്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻസ് ഉള്ള സാധനങ്ങളുണ്ട്. അത് നമുക്ക് ഞാൻ പറഞ്ഞ സർപ്ലസിൽ നമുക്ക് എപ്പോഴും ഫുൾ സ്ലീവ് തന്നെ കിട്ടണമെന്നില്ല. അപ്പം ആളുകൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ സീസണൽ ഐറ്റം ഫുൾ സ്ലീവ് ചോദിച്ചു വരുന്ന സമയത്ത് അല്ലാത്തതുണ്ട്. അതിന്റെ നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ 5-8 വയസ്സ് വരെയുള്ളവർക്ക് നിക്കറും ഉണ്ട്. 8 വയസ്സ് വരെയുള്ള പിള്ളേർക്കൊക്കെ ട്രൗസേഴ്സ് എന്നുവെച്ചാൽ ട്രൗസേഴ്സ് തന്നെ കോട്ടൺ. ഒന്നും MRP കാണത്തില്ല. MRP ഉള്ള ഐറ്റംസിനൊക്കെ ബിലോ 499 ഒക്കെ വരത്തുള്ളൂ. ഇത് MRP നോക്കിയിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ നിന്നും 100 രൂപ ഡിസ്കൗണ്ട് അല്ലേ? ഇത് 599 ആണ്. 449 ഉള്ളു ഇതിന്റെ റേറ്റ്. ഇങ്ങനെ നല്ല അടിപൊളി പ്രിന്റ് ആണല്ലോ. എല്ലാ അതുപോലെ കോട്ടണിലും ഉണ്ട്, ഡെനിമിലും ഉണ്ട്, കോഡ്രോയ് മെറ്റീരിയൽ ഉണ്ട്. അടിപൊളി. ഇതൊക്കെ എലാസ്റ്റിക് ആണ്. പിള്ളേർക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ആ വള്ളിയൊന്നും ഇല്ല അതിന്റെ അകത്ത്. അങ്ങനെയുള്ളത് എലാസ്റ്റിക്കും സോഫ്റ്റ് ആണ് പിള്ളേർക്ക്. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ ചൊറിയാനും നേരം ഉണ്ടാവില്ല. അവർ ഡെനിമിന്റെ തന്നെ ഉണ്ട്. സർപ്ലസ് ഐറ്റംസ് വരുന്നുണ്ടല്ലോ ഇതില്. സർപ്ലസിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, 2-3 കളക്ഷൻസ്. ഇതിങ്ങനെ ഇവിടെ ബാക്കില് പ്രിന്റ് ഒക്കെ വരുന്ന സൈസ് സർപ്ലസ് തന്നെയാണ് മോഡൽ ട്ടാ, സർപ്ലസില്. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര MRP വെച്ച് നോക്കുമ്പോൾ നമ്മൾ MRP-ക്കാളും കുറവായിരിക്കും. അത്രയും റേറ്റ് ഡിഫറൻസിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് റേറ്റ് കുറവിനുള്ള ജീൻസിന്റെ ഐറ്റംസ്, കോട്ടന്റെ ഐറ്റംസ്. ഇനി എന്താണ് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതലും പിള്ളേരുടെ പാന്റും ബോട്ടംസ് ആണ്. ഡെയിലി വെയർ അതൊക്കെ മാക്സിന്റെ ഒക്കെ ബോട്ടംസ് ആണ്. നമ്മളൊരു 149 രൂപ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത്. ബോട്ടം ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കെട്ടായിട്ടുള്ളത് ഇഷ്ടമുള്ളത് ഏത് വേണേലും നമുക്ക് സൈസ് വൈസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചിലതുണ്ട്. ഇതൊക്കെ 55 രൂപ മുതൽ വരുന്നതുണ്ട്. 55 രൂപ. ഇതൊക്കെ 50 രൂപയുള്ളൂ ഇതിന്. 50 രൂപ. 55 അല്ല കേട്ടോ, 50 രൂപയാണ് ഈ ഒരു ട്രൗസറിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത്. കെട്ട് നോക്കണ്ട, കെട്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിട്ട് സൈസ് വൈസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. അതെ, പറയുമ്പോ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇടയിൽ നിന്ന് ഇങ്ങനെ എടുക്കാ തരിക. അതുപോലെ തന്നെ ഇതെന്താ സംഭവം? ഇത് പിള്ളേരുടെ ബാസ്ക്കറ്റ്. അതായത് നമ്മളിപ്പോൾ ആദ്യം കാണിച്ച മെറ്റേണിറ്റി വെയറിൽ, അതായത് മെറ്റേണിറ്റി ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്ന പോലെ, അത് പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിലാണ്. ഇത് കുറച്ചുകൂടെ റാപ്പ് ചെയ്തിട്ട് താഴെ വെൽവെറ്റും മുകളിൽ കോട്ടണും ഒക്കെ ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഓൺ യൂസിനും കൊണ്ടുപോകുന്നവരുണ്ട്. ഇതൊക്കെ റേറ്റ് വളരെ കുറവാട്ടോ. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ എബവ് 1000 വരത്തുള്ളൂ. എന്നാലും ഇത് 899 ഉള്ളൂ ഇതിന്റെ റേറ്റ്. ഓ, അടിപൊളി. അല്ല, പിള്ളേരാകുമ്പോ നല്ല ക്യൂട്ടായിട്ട് കിടക്കണ കണ്ടോ, നല്ലൊരു ബോ ടൈപ്പ് ആയിട്ട്. പിന്നെ വെൽവെറ്റിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ട്, ഉള്ളിലും നല്ല പൊടിയൊന്നും ആകത്തില്ല. നമ്മള് കുഞ്ഞു തുണികളൊക്കെ കെട്ടി. മറ്റേ പ്ലാസ്റ്റിക്കിനാകുമ്പോ ഇടയിൽ ഹോൾസ് ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കൂടെ പൊടി കയറാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോ ഭയങ്കര സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. ഉള്ളിലൊരു ഇതും കയറത്തില്ല. ഒരു ഈച്ച, ഒരു കൊതുവിനെ വരെ കയറാൻ പൊടി അത് എന്തായാലും ഡെഫിനറ്റ്ലി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, ഒരു കൊതുവിന് വരെ നമുക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള പല കളേഴ്സ്, പല മോഡൽസിൽ വരുന്നുണ്ട്. അതിന്റെ തന്നെ ഇതൊരു മോഡലല്ല, ഇതൊരു ഡിഫറെന്റ് കളേഴ്സ് അങ്ങനെ കളേഴ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇനി തൊട്ട് നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ ഇനി സിമ്പിളായിട്ട് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ 2 കെട്ടുടുപ്പൊക്കെ ആയിട്ട് പോണേക്കാളും പകരം കുറച്ച് പേര് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഇതിൽ 2 ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? പണ്ടൊക്കെ അങ്ങനെയല്ല, ഒരു 2 സോപ്പ് കൊടുത്തു, പരിപാടി കഴിഞ്ഞു. ഇന്ന് കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റൽ ആ ഒരു സമയത്ത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് നെറ്റ് ബെഡ്, പിന്നെ ട്രാവൽ ബെഡ്, ഇത് ഫീഡിംഗ് പില്ലോ, അങ്ങനെ എല്ലാ ഐറ്റംസ്, ആക്സസറീസ്, കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. നമുക്ക് കളറൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ആ കിറ്റിന്റെ കൂടെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഇതിവിടെ വെച്ചോ, പിന്നെ നമുക്ക് എടുത്തേക്കാം. അപ്പൊ അങ്ങനെ കളേഴ്സുകളും ഇതൊക്കെ മാറി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറെ ഈ ഒരു ബോക്സിന് ഇവിടെ ഗേൾസിന്റെ പാർട്ടി വെയർ, അതായത് ബോക്സ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. ഒക്കെ സർപ്ലസ് ഐറ്റംസ് ആണോ? അല്ലാതെ ബോക്സ് ഐറ്റംസ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്, അതായത് സർപ്ലസ് അല്ലാത്തത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അല്ലാതെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസ്.
സർപ്ലസിൽ നമ്മള് എന്നുവെച്ചാൽ 6 മന്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞു പിള്ളേരുടെ സൈസ് കിട്ടാൻ പാടാ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ ഇതുപോലത്തെ ബോക്സിൽ എടുത്താണ് നമ്മൾ കൂടുതലും. അത് ഭയങ്കര സോഫ്റ്റ്. ഇത്രയും ചെറുത് നമ്മൾ സർപ്ലസിൽ കിട്ടത്തില്ല. ന്യൂ ബോൺ ഒക്കെ കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഇതുപോലത്തെ നമ്മൾ സെപ്പറേറ്റ് സാധനങ്ങൾ വേണം. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് നെറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള, അതുപോലെ ബോക്സ് പാക്കിങ്ങിലാണ് ഫുൾ വരുന്നത്. വേറൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ ഒത്തിരി പേര് കൊണ്ടുപോകുന്ന ഐറ്റമാണ്. ഓ വൈറ്റിലാകുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ഇത് വൈറ്റ് മാത്രമല്ല, അതിന്റെ കൂടെ തൊപ്പിയുണ്ട്, ബൂട്ടീസ് ഉണ്ട്, മിറ്റൺ ഉണ്ട്. സെപ്പറേറ്റ് ഒരു പാക്കാണ് വരുന്നത്. ഇത് പൊട്ടിക്കാൻ പറ്റില്ല, നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അത് ഫുൾ കംപ്ലീറ്റ് പാക്കഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് എടുത്ത്. പിന്നെ വൈറ്റ് ആണ്, കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ ഒരു ഹൈജീനിക്കും വേണം. അപ്പൊ അങ്ങനെ ഒരു ബോക്സ് പാക്കിങ്ങിൽ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലോണം പോകുന്ന ഒരു ഐറ്റാണ് അല്ലേ? റേഞ്ച് പറയാൻ പറ്റുക? ഇതിന്റെ റേറ്റ് ഒക്കെ ഒരു 698. അത്രേ ഉള്ളൂ. ഇത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും? പെൺകുട്ടികളുടെ ആണ് ഇത്. ആൺപിള്ളേരുടേതും ഉണ്ട് ഇതുപോലെ തന്നെ. അതായത് ഒരു റോംബർ ടൈപ്പിൽ വരുന്നതാ. അതിപ്പോ നമ്മുടെ അടുത്തില്ല, തീർന്നിരിക്കുക. അത് പക്ഷെ വരും, അത് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ ബോയ്സിന്റേതും ഇതുപോലെ തന്നെ ഗേൾസും ബോയ്സും രണ്ടും മാമോദിസയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഇടിയിക്കാൻ വേണ്ടി, കുറച്ച് മാറ്റി പിടിക്കാനായിട്ട്. മാമോദിസ ഇപ്പൊ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാലും നമുക്ക് വീട്ടിൽ വന്നാലും ഇടിയിക്കാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ട് ഇടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഫുൾ നമുക്ക് ഇതൊക്കെ ഉണ്ടോ ഫുൾ ബോക്സിന്റെ? അതുപോലെ തന്നെ ഈ കാണുന്നത് മൊത്തം എന്തായിട്ട്? ഇതൊക്കെ പിള്ളേരുടെ ഇന്നേഴ്സ് ആണ്. ഒക്കെ 8 വയസ്സ് വരെയൊക്കെയുള്ള ഇന്നേഴ്സുകൾ. 8 വയസ്സ് വരെ ആ ഒരു റേഞ്ചിലുള്ളതാണ്. ക്യൂട്ടാണല്ലോ ഇത്. ഇത് പിള്ളേരുടെ ഉടുപ്പ്. ഇതൊക്കെ തുറന്നു കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. മറ്റേത് നല്ല ഡിഫറെന്റ്. അത് പാക്കിങ് വരുന്നത് കൊണ്ട് പാടാ. ഇങ്ങനെ നമുക്ക് എടുക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതെ, നെറ്റൊക്കെ ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. പല മോഡൽസ് ഉണ്ട്. അപ്പൊ നേരിട്ട് വരുമ്പോ നമുക്ക് എന്തൊക്കെ കാണാൻ കിടക്കുന്നു അല്ലേ? ഇതൊക്കെ അതെ നമ്മള് പാന്റീസിന്റെ കളക്ഷനാ പിള്ളേരുടെ. പണ്ടത്തെ മോഡലില് ഫ്രില്ല് വെച്ച് ചെയ്തേക്കുന്നത്. ഓ, ഇതും കംഫർട്ടബിൾ തന്നെ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കില്. അപ്പൊ ഇത് എടുക്കുമ്പോ ഒരെണ്ണായിട്ട് കിട്ടില്ലേ? സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കും. അല്ല, ഈ പാക്കിംഗ് ഫുൾ ഇങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും അവർക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ ആയിരിക്കും നമ്മളുടെ കെട്ടുടുപ്പുകളുടെ ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ വേണോ അത് നമ്മൾ അത് എടുത്ത് സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതിങ്ങനെ വേണമെങ്കിൽ ഇതും അതിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പൊ നിക്കേഴ്സ് ഉണ്ട്, അതായി ഇതായി. ഇനി എന്താണ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ടീഷർട്ടുകൾ, അങ്ങനെ ഷോർട്സ്, ഈ ഒരു ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഷോർട്സ്, ഇതൊക്കെ ഗേൾസിന്റെ ഷോർട്സ് ആണ് വരുന്നത്. ഇത് പിന്നെ ഗേൾസിന്റെ സ്കേർട്ടായിട്ട്, ഗേൾസിന്റെ 8 വയസ്സ് വരെ വലിയ ഷോർട്സ് വരുന്നത്. വലിയ ഷോർട്സ് വരെ ഉണ്ട് കേട്ടോ ഗേൾസിന്റെ. അപ്പൊ ചെറിയ കുട്ടികൾക്ക് തൊട്ട് പല കളേഴ്സ്, കോട്ടണില്, ഡെനിമില്, അങ്ങനെയൊക്കെ. ഇതൊക്കെ കുഞ്ഞു സ്കേർട്ടാണ്. സ്കേർട്ട് എന്ത് രസല്ലേ! നമ്മുടെ ഒരു കാല് പോലും ഇതിൽ കേറില്ല. പക്ഷെ നല്ല ക്യൂട്ട് അല്ലേ? ഇതൊക്കെ അതിന്റെയൊക്കെ ഓരോന്ന് ഡിസ്പ്ലേ ഇട്ടിട്ട് ബാക്കിയെല്ലാം വെച്ചേക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഇതൊക്കെ പിള്ളേരുടെ ക്യാപ്രീസ്, കുഞ്ഞു ഷോർട്സ്, അങ്ങനെ പിള്ളേരുടെ ബോട്ടംസിന്റെ ആണ്. ഇതെല്ലാം പുറമേന്ന് കാണുന്ന പോലെയല്ല. പുറമേന്ന് കാണുമ്പോൾ ചെറിയ ഇതായിട്ട്, ചെറുതും തന്നെയല്ല. നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണം എന്നുള്ള സംഭവം ഇപ്പൊ വന്നപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും അടിപൊളി സംഭവം. എനിക്ക് ഓവറോൾ ഇഷ്ടമായിട്ടോ മൊത്തത്തില്. അത് ഷോർട്സിന്റെ തന്നെ പല പല മോഡൽസ് ഉണ്ട്, പല വെറൈറ്റീസ് അടിയിൽ ലേസ് വരുന്ന മോഡല്, കളേഴ്സിലുണ്ട്, എലാസ്റ്റിക്കിലുണ്ട്, അങ്ങനെ ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ എടുക്കുന്നുണ്ട്. മറ്റനുള്ളത് അതിന്റെ കളേഴ്സ്. ഇതിന്റെ കളേഴ്സ് നമുക്ക് നോക്കാം. കളേഴ്സുകൾ പിന്നെ ഇത് ഫ്ലോറൽ പ്രിന്റ് വരുന്നത്, ബ്ലാക്കിൽ വരുന്നത്, ബ്ലാക്ക്. ഇതൊക്കെ നമുക്ക് എന്ത് രസമായിരിക്കില്ല കുട്ടികൾ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതെ, പിന്നെ ഈ ഒരു സംഭവം കൂടി നോക്കാം നമുക്ക്. ഇത് സ്കേർട്ടും ടോപ്പും ആണ്. ഓക്കെ, ഇത് സ്കേർട്ടാണ്. ഓ, ഇത് ബോ ആയിട്ട് വന്നിട്ടുള്ളതല്ലേ? ഇത് എത്ര, 5 വയസ്സ് വരെയാ? അതൊക്കെ ഒരു 5 വയസ്സ് വരെ സൈസ്. ഓക്കെ, 5 വയസ്സ് വരെ ഉള്ളത്. അതുപോലെ തന്നെ ടീഷർട്സും അവൈലബിൾ ആണ്. ലോങ് സ്ലീവ്. ഇതൊക്കെ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാൾക്കും ഒരുപോലെ മൂവിങ് ആവുന്നല്ലേ? അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. 5 സ്ലീവിൽ വേണേ 5 സ്ലീവിലും ഉണ്ട്. 5 സ്ലീവിൽ വരുന്ന ടീഷർട്ടുകളുണ്ട് പിള്ളേരുടേത്. ഇതൊക്കെ 5 സ്ലീവ് വരുന്നത് ഇവിടെ കുറെ എണ്ണം കാണിച്ചു തരാം. ഇതൊക്കെ നോർമൽ ഹാഫ് സ്ലീവിൽ വരുന്നത്. ഇത് പുറകിൽ ബാക്കിൽ പ്രിന്റ് വരുന്ന മോഡലിൽ വന്നിട്ട്, ബാക്കിൽ പ്രിന്റ്, ഫ്രണ്ടില് പ്രിന്റ്, എല്ലായിടത്തും പ്രിന്റ്. ഇനി പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റ് ഉള്ളത്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ്. അതുപോലെ ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതിന്റെ തന്നെ ഷോർട്സ്. ഇതൊക്കെ ലൈറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഡെനിമിന്റെ പോലെ ഫീൽ ചെയ്യും. ലൈറ്റ് വെയിറ്റ് ഡെനിമില്ലേ, അത് കളേഴ്സിൽ വരുന്നുണ്ട്. 5 സ്ലീവിൽ വരുന്ന 5 സ്ലീവിൽ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ, രണ്ടുപേരും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ്. പിന്നെ ഫ്രോക്കുകൾ,
ടോപ്പുകള് അങ്ങനത്തെ അതൊക്കെ നമുക്ക് ഷേപ്പിന് കെട്ടാം, പിള്ളേരുടെ ഷേപ്പിന് ബാക്കിൽ ഇതിങ്ങനെ കേട്ടോ, ഇങ്ങനെ കെട്ടാനുള്ള ഓപ്ഷൻസും. ഇതൊക്കെ ഒരു പുതിയ മോഡലാണ് പിള്ളേരുടെ ടോപ്പ്. മറ്റേ കൂടുതലിടുമ്പോൾ ക്രോപ്പ് ടോപ്പുകളായിരിക്കും കൂടുതലും ഡിമാൻഡ്. ഇതൊക്കെ അതുപോലെ ഇത് കുറച്ച് ഇമ്പോർട്ടഡ് ഫാബ്രിക്കും കൂടിയാണ്, നല്ല സോഫ്റ്റും കംഫർട്ടബിളും കൂടിയാണ്. പിന്നെ ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഇങ്ങനെ കാണിക്കുന്നത്. അതെ അതെ, അവരിടുമ്പോഴത്തേക്കിനാണ് നമുക്ക് കുറച്ചുകൂടി അതിന്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ, ഇനിയിപ്പോ കുട്ടികൾ അമ്മമാര് മാത്രമല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ബാസ്കറ്റ്സിന്റെ അങ്ങനെ ഇങ്ങനെ വെറൈറ്റീസ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഓവറോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടമായി, നല്ലൊരു മിന്നണത്. ഇതൊക്കെ എടുത്ത് കാണിക്കണമെന്നുണ്ട്, പക്ഷെ വീഡിയോ ഓൾറെഡി ലെങ്തി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇതുകൊണ്ട് ഉണ്ട് ഒരു ഐറ്റം കൂടെ ഞാൻ കാണിച്ചത്. ഇത് പിള്ളേരുടെ നമ്മുടെ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ ബോയ്സിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഫാബ്രിക് കാണിക്കുമ്പോൾ അറിയുന്നത്. ഇങ്ങനെ ഒരു ബോട്ടം, ഇതാ ഇത് ഫ്രണ്ട് പോർഷൻ. അതുപോലെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇങ്ങനെ വരും ഇട്ട് വരുമ്പോ അല്ലേ. എല്ലാം നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്. ഷർട്ട് തന്നെ വേണമെങ്കിൽ ഇടാം, ടൈ വേണമെങ്കിൽ പിന്നെ കെട്ടാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉരിയെടുത്തിട്ട് നമുക്ക് ഓരോരോ ഇതായിട്ട്, അപ്പൊ ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇടാം, ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇടാം. ഇങ്ങനത്തെ അതെ. വാവ്, ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ഇവിടെ ഈ 1 വയസ്സ്, ഇതൊക്കെ ഒരു 3 വയസ്സ് വരെയൊക്കെയാണ് കൂടുതലും ബർത്ത്ഡേക്ക് ഇങ്ങനെ പിള്ളേര്. സൂപ്പർ. അതിന്റെ പാന്റ് ബോട്ടം കൂടെ വരുന്നത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ജാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് സെപ്പറേറ്റ് തന്നെ ഇടാൻ പറ്റും. ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും എടുത്ത സ്ഥിതിക്ക് അവരിനോട് എടുക്കാം. നല്ല കളക്ഷൻസ്, ഇത്രയും നല്ല ക്യൂട്ട് കളക്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം പിള്ളേർക്ക്. ഇത് റോംബേഴ്സ് ആയിട്ട് 2 രീതിയിൽ ഇടാൻ പറ്റും. ഷർട്ട് മോഡലിടാം, കോട്ട്. ജാക്കറ്റ് ഊരി കഴിയുമ്പോ ഈ ലുക്ക് ആയിരിക്കും വരാം, ജാക്കറ്റ് ഇട്ട് കഴിയുമ്പോ അപ്പുറത്തെ ലുക്ക് ആയിരിക്കും വരാം. അപ്പൊ ശരിക്കുള്ള സംഭവം ഇതാണ്. 2 രീതിയിൽ നമുക്ക് ഇടാം, കല്യാണത്തിനൊക്കെ പിള്ളേർക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് സസ്പെൻഡർ മോഡലും കൂടിയാണ്. അതിൽ ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്ന പറ്റുന്ന മോഡൽ. അത് ഇതിന്റെ വലിയ സൈസ് വരുന്നതാണ്. അപ്പൊ സൈസസ് നമുക്ക് 5 സൈസ് വരാം. ഇതൊക്കെ സൂപ്പർ. പേസ്റ്റിൽ ഒരു ഷെയ്ഡാ വരുന്നത് കേട്ടോ. ഈ ശരിക്കും 3 ഐറ്റംസ് ആയിട്ട് നമുക്ക് ചെയ്യാം. 3 കളറുകളാണ് കാണിച്ചേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇരിക്കുന്നത് ഈ കളറ്. ഓക്കെ, ഈ 3 കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ. ഈ 3 കളേഴ്സ് അവൈലബിൾ. അതിലത്തെ ഈ നടുക്കിലത്തെ കളറാണ് ഈ കാണുന്നത്. ഇതാണ് സംഭവം കേട്ടോ. നല്ലൊരു ലിനന്റെ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. അതില് പാന്റ് കണ്ടോ, ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. ഓവറോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാരും വിചാരിക്കും നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രമേ വെറൈറ്റീസ് ഉണ്ടാവത്തുള്ളൂ, പക്ഷെ ആൺപിള്ളേർക്ക് അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ജനിച്ച കുട്ടികൾക്ക് തൊട്ടിട്ടുള്ള ഡെയിലി വെയർ ഡ്രസ്സും ഉണ്ട്, പാർട്ടി വെയർ ഡ്രസ്സസ് ഉണ്ട് ഒരേപോലെ. അത് ഡ്രസ്സും മാത്രമല്ല, എനിക്ക് മൊത്തത്തിൽ ആ ഒരു ആക്സസറീസ് ഇതൊക്കെ നോക്കിയപ്പോ ഭയങ്കര നല്ല സൂപ്പർ. ഞാൻ പുറത്ത് കണ്ടതിനേക്കാളും ഉള്ളിൽ അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ ഷോപ്പ് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ ആശംസയും കൂടെയാണ്. കാരണം ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുള്ളൂ. ആ ഒരു ഉള്ളിൽ നിന്ന് തട്ടുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഫീലിംഗ്. നോർമൽ നമ്മൾ കടയിൽ പോയി ചെയ്യണ പോലെയല്ല. കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ക്വാളിറ്റി, റേറ്റ് എന്തായാലും നോക്കണം. അത് തന്നെയല്ല, റേറ്റിനോടൊപ്പം തന്നെ നമുക്ക് ക്വാളിറ്റി കൂടി കൊടുക്കണം. കാരണം നമ്മുടെ കുട്ടികളുടെ സ്കിന്നാണ്, അത് സേഫ്റ്റി നോക്കേണ്ട കാര്യം നമ്മുടെ ചുമതലയാണ്. പക്ഷെ ആ ഒരു അമ്മേരെ മനസ്സ് അറിഞ്ഞുകൊണ്ട് എല്ലാം ഞങ്ങൾ പോയി തന്നെയാണ് എല്ലാം ചൂസ് ചെയ്ത് എടുക്കുന്നത്. ഓരോന്ന് ഹാൻഡ് പിക്ക്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ KSRTC വേ ഔട്ട് റോഡിൽ, പെരുമ്പാവൂർ KSRTC വേ ഔട്ട് റോഡിൽ ബദൽസുലോക്ക പള്ളിയുടെ ബാക്ക് വശത്തായിട്ട് വരും. ഇപ്പം അല്ലാതെ പറയുകയാണെങ്കിൽ MC റോഡിൽ നിന്ന് പറയുകയാണെങ്കിൽ മൂലൻസിന്റെ ഓപ്പോസിറ്റ് KSRTCയിലേക്ക് പോകുന്ന വഴി എന്ന് പറയാം. ലൊക്കേഷൻ നമ്മുടെ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഇസാരാദ ബജറ്റ് ഫാഷൻ സ്റ്റോർ പെരുമ്പാവൂർ അടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഒന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയുള്ള കളക്ഷൻസ് കാണാം, കണ്ട് നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈൻ നമുക്ക് വരാൻ പറ്റാത്തവർ അങ്ങനെയും ചെയ്യാം. ഡയറക്റ്റ് വാക്കിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അങ്ങനെയും വാക്ക് ചെയ്യാം. സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ ആണ് എല്ലാ ദിവസവും. അങ്ങനെ ഫെസ്റ്റിവൽ സമയത്ത് അങ്ങനെയല്ലല്ലോ? ഇല്ല, സൺഡേസ് എല്ലാ ദിവസവും ഓപ്പൺ ആണ്. എല്ലാ ദിവസവും ഒരു 365 ഡേയ്സും ഉണ്ട്. ഷോപ്പിന്റെ സമയം 9:30 മുതൽ 8 മണി വരെ. സൺഡേസ് മാത്രം 7 മണി വരെ ആയിരിക്കും.
അവർ രാവിലെ എത്ര മണിക്ക്? രാവിലെ 9 മണിക്ക് തന്നെ തുറക്കും. 9:30 സൺഡേ മാത്രം. സൺഡേ 9:30 ആകുമ്പോഴത്തേക്കും സ്റ്റാഫ് ഉണ്ടെങ്കിൽ 9:30 നമ്മൾ തന്നെ തുറക്കുന്നെങ്കിൽ പള്ളി കഴിഞ്ഞിട്ട് അത് ഞായറാഴ്ച ദിവസം മാത്രം. ബാക്കി എല്ലാ ദിവസവും 9:30. അല്ലാത്ത ദിവസം ബാക്കി ദിവസമൊക്കെ. എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കുക. എന്തായാലും കുട്ടികളുടെ വെറൈറ്റി കളക്ഷൻസും അവർക്ക് പറ്റിയിട്ടുള്ള ആക്സസറീസും ഗിഫ്റ്റ് പേർപ്പസ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മെറ്റർനിറ്റി വേണ്ട ഒരു കിറ്റ് അത് ഒരുക്കി തരുന്ന ഒരു അമ്മയും കൂടിയാണ്. പേര് മറന്നു കേട്ടോ. റിൻഡു. എനിക്ക് ഈ സാറാന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. നൈറ്റിയും എല്ലാം ഉണ്ട് കേട്ടോ. അമ്മമാരുടെ നൈറ്റി അത് ഞാൻ കാണിച്ചില്ലാന്ന് തോന്നുന്നു. കാണിച്ചില്ല? ഇല്ല, അമ്മമാരുടെ നൈറ്റി അത് പറയാൻ മറന്നു പോയത്. അത് താഴെ ഇരിക്കുന്നത് കൊണ്ട് ഇത് അമ്മമാരുടെ നൈറ്റിയാണ്. നമുക്ക് ഇത് 3/4 ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ഉടുപ്പ് പോലെ നമുക്ക് ഇടാൻ പറ്റും. ഫുൾ ലെങ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. ഫുൾ ലെങ്ത് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയാണ് കൂടുതൽ ആളുകളും നമ്മളെല്ലാ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. ഒരു മുട്ട് വരെ അല്ലെങ്കിൽ 3/4 വരെ അത്രയും. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ സിബിന് നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ 2 സൈഡിൽ അവിടെ വരെ ഉണ്ട്. മറ്റേത് സാധാരണ പറയുമ്പോ കുറച്ച് ഉണ്ടാവാറുള്ളൂ. ഇത് ഇത്രയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ചുകൂടി സൗകര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്തേക്കൊക്കെ നല്ല യൂസ്ഫുൾ. പിന്നെ നടുക്ക് വേണമെങ്കിൽ ബട്ടണും ഉണ്ട്. നടുക്ക് ബട്ടൺ ഉണ്ട്. പിന്നെ ഷേപ്പിന് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഷേപ്പിൽ കെട്ടണമെങ്കിൽ ആര് വിസിറ്റ് ചെയ്യുന്നു നമ്മൾ അവിടെ കിടന്നാൽ മതി. 2 സൈഡിൽ നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ 3/4 ആണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടണിലാണ് കിട്ടുന്നത്. ലെങ്ത് വേണമെങ്കിൽ ലെങ്ത്തും ഉള്ള രീതിയിൽ ചെയ്തു കൊടുക്കും. കൈ വേണ്ടിയവർക്ക് കൈയുള്ള പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ മെറ്റർനിറ്റി വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിറ്റിന്റെ കൂടെ ഇപ്പോൾ സർജറി ആ ഒരു ടൈം ആണെങ്കിൽ അവർക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഫുൾ ഓപ്പൺ ഉള്ളതും ഉണ്ട്. നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്തിട്ടുള്ള നൈറ്റീസും ഉണ്ട് നമ്മുടെ അടുത്ത്. അതൊക്കെ ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റൽ കിറ്റിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഉൾപ്പെടുത്താം. അത് നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ച് ഇപ്പൊ കിഡ്സിന്റെ മാത്രം ചെയ്തേക്കുന്നോണ്ടാണ് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇതൊക്കെ ഫുൾ ഓപ്പൺ ആണ്. ഇതൊക്കെ ഫുൾ അതും നല്ല. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ, അതുപോലെ തന്നെ പ്യുവർ റയോണില്. ഇത് 2 മെറ്റീരിയലാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളൂ. അപ്പൊ ഇത് വരുന്നത് ഫുൾ ഓപ്പണിലും വരുന്നുണ്ട്, ഹാഫിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇത് സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടത് ഇത്. അപ്പൊ എങ്ങനത്തെ വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് ആണ്. അതുപോലെ കിറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് അതും നിങ്ങളുടെ ചോയ്സ് ആണ്. കളറും നിങ്ങളുടെ ചോയ്സ് ആണ്. അത്രേ ഉള്ളൂ. അതോ നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഒക്കെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ, അതും റീറ്റെയിലിൽ കിട്ടാന്ന് പറയുമ്പോൾ അത് അടിപൊളി. എനിക്ക് എന്തായാലും ഓരോന്നിന്റെ റേറ്റ് കേൾക്കുമ്പോൾ എന്തായാലും ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.